നമ്മുടെ രാജ്യമെന്തും ചർച്ച ചെയ്യപ്പെടുന്ന പുതുതായി നമ്മുടെ പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലും അവതരിപ്പിച്ച് പാസ്സാക്കിയിട്ടുള്ള പുതിയ വഖഫ് ബില്ല് വളരെ ഗൗരവമായി രാജ്യത്തിലെ ജനാധിപത്യ മതേതര നിയമലോകത്ത് ചർച്ച ചെയ്യപ്പെടുകയാണ്. ഇവിടെ ഉദ്ഘാടന പ്രസംഗത്തിൽ TP ചൂണ്ടിക്കാണിച്ചതുപോലെ വഖഫ് എന്നുള്ളത് സർവാധികാരവും അള്ളാഹുവിൽ നിക്ഷിപ്തമാക്കപ്പെട്ട സ്വത്തുക്കൾ എന്നുള്ള നിലക്ക് വളരെ ഗൗരവത്തോടെ, വളരെ ഫലപ്രദമായി, കാര്യക്ഷമമായി, വളരെ രചനാത്മകമായി അതിനെ സംവിധാനിക്കുകയും പരിപാലിക്കുകയും അതിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ പങ്കാളികളും ആവേണ്ടുന്ന വഖഫ് ഭാരവാഹികളും മുത്തവല്ലിമാരുമാണ് ഈ ഒരു സംഗമത്തിലെ പങ്കാളികൾ എന്ന് ഞാൻ മനസ്സിലാക്കുക. നമ്മുടെ രാജ്യത്ത് വഖഫ് സംബന്ധിയായ ചർച്ച ഇത്രയേറെ സജീവമാകുന്നത് പുതിയ ബില്ലുമായി ബന്ധപ്പെട്ടാണ്. അതിൽ വളരെ പ്രധാനമായ ചില സംഗതികൾ നമ്മുടെ രാജ്യത്തിലെ വഖഫ് എന്ന് പറയുന്ന ഒരാശയത്തെ, ഒരു സംവിധാനത്തെ അത് ദുർബലമാക്കാൻ, ബലഹീനമാക്കാൻ, ക്ഷീണിപ്പിക്കാൻ സംഘികളുടെ മൂശയിൽ ജന്മമെടുത്ത ബില്ല് കഴിഞ്ഞ കൊല്ലം പാർലമെൻറ്റിൽ അവതരിപ്പിച്ച അന്ന് തൊട്ട് നമ്മുടെ ഈ കൊച്ചു സംസ്ഥാനത്ത് കേരളത്തിൽ വളരെ ഗൗരവമായി എല്ലാ മതസംഘടനകളും സാമൂഹ്യ പ്രസ്ഥാനങ്ങളും ഇത് സംബന്ധമായി ചർച്ചകളും സംവാദങ്ങളും ഡിബേറ്റുകളും ഡിസ്കഷനും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് ഇത് ചർച്ച ചെയ്യപ്പെടുന്നു എന്ന് ചോദിച്ചാൽ, ഈ ബില്ല് ലക്ഷ്യം വെക്കുന്നത്, വെക്കുന്നത് നമ്മുടെ ദീനീ സ്ഥാപനങ്ങളെ, അത് മദ്രസയായാലും യത്തീംഖാനയായിരുന്നാലും പള്ളികളായിരുന്നാലും ദർസുകളായിരുന്നാലും ദീനീ സ്ഥാപനങ്ങളെ നിഷ്കാസനം ചെയ്യുന്ന ഒരു സംവിധാനത്തിലേക്ക് നിയമം പോകുന്നു എന്നുള്ളതാണ്. നമ്മൾ ആമുഖമായി മനസ്സിലാക്കേണ്ടത് മൂന്നാം മോഡി ഗവൺമെൻറ് കൊണ്ടുവന്ന ബില്ല് എന്നുള്ളതിനപ്പുറത്ത് ഈ ബില്ലിൻ്റെ ഒരു ഫ്ലാഷ് ബാക്ക് കടന്നുപോയാൽ ഇത് യഥാർത്ഥത്തിൽ ജന്മം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ സംഘികളുടെ മൂശയിൽ, ഗർഭപാത്രത്തിൽ ഇത് ജന്മമെടുക്കുന്നത് രണ്ടാം മോഡി കാലത്താണ്. രണ്ടാമത്തെ മോഡി ഭരണം, ആ ഭരണത്തിൽ അശ്വിനി കുമാർ ഉപാധ്യായ എന്ന് പറയുന്ന ഒരു സീനിയർ മോസ്റ്റ് ലോയർ, അദ്ദേഹം സുപ്രീം കോടതിയിൽ 95 ആക്ട് ദുർബലമാക്കാൻ കൊടുത്തു. കോടതി അത് തള്ളിക്കളഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് രാജ്യസഭയിൽ ഹർനാഥ് സിംഗ് എന്ന് പറയുന്ന BJPയുടെ MP ഒരു പ്രൈവറ്റ് ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആ ബില്ലും ഭൂരിപക്ഷം കിട്ടാതെ പോയി. അപ്പോൾ സത്യത്തിൽ രണ്ടാമത്തെ മോഡി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തന്നെ വഖഫുകളെ ദുർബലമാക്കുന്ന ഒരു ബില്ല് സംബന്ധിച്ച് RSSൻ്റെ ബുദ്ധി കേന്ദ്രങ്ങളിൽ ചർച്ചയുണ്ട്. ഒന്നാമത്തെ മോഡി ഭരണകാലത്ത് നിന്ന് തന്നെ സത്യത്തിൽ ഒരു ഹൈന്ദവ പശ്ചാത്തലമുണ്ടാക്കി രാജ്യത്ത് അധികാരത്തിൽ വന്നതാണ്. ഹർ ഹർ മോഡി, ഘർ ഘർ മോഡി എന്നാണ് ഒന്നാമത്തെ മോഡി ഭരണത്തിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ മുദ്രാവാക്യം. രണ്ടാമത്തത് കേദാർനാഥ് ഗുഹയിൽ ധ്യാനമിരുന്ന് ഒരു ഹൈന്ദവ പശ്ചാത്തലം ഉണ്ടാക്കിയ. മൂന്നാമത്തെ ഭരണം വന്നത് ഏക് ബാർ ചാർ സൗ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഹൈന്ദവ പശ്ചാത്തലത്തിൽ രാജ്യത്ത് അധികാരത്തിൽ വന്ന് ഇന്ത്യയിലെ പ്രബല മതന്യൂനപക്ഷങ്ങളായ മുസ്ലിമുകളുടെ വഖഫ് എന്ന് പറയുന്ന ഒരു ആശയത്തെ ഈ RSSൻ്റെ മോഡിയുടെ ഭരണം തൊട്ടുകളിക്കുന്നു എന്ന് പറയുന്നതിനപ്പുറത്ത് മോഡിയൻ ഭരണം 10 കൊല്ലക്കാലം ചർച്ച ചെയ്യുമ്പം ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങൾ ഒരുപാട് പർവ്വത സമാനമായ വെല്ലുവിളികൾ അതിജീവിച്ചിട്ടുണ്ട്. നിങ്ങളത് പരിശോധിച്ചാൽ നമുക്ക് അതിൻ്റെ നാൾവഴി കണ്ടെത്താൻ കഴിയും. ഒന്ന്, പൗരത്വ സമരം തുടങ്ങി. പിന്നെ അത് കഴിഞ്ഞ് ലവ് ജിഹാദായി. പാർലമെൻറ്റിൽ നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യത്തിന് ലവ് ജിഹാദ് ഇല്ല എന്ന ഉത്തരം വന്നു. കേരള ഹൈക്കോടതിയിലെ കേസിനകത്ത് ലവ് ജിഹാദ് ഇല്ല എന്ന ചോദ്യത്തിന് ഉത്തരം വന്നു. പിന്നെ ഹിജാബായി. കർണാടകയിലെ കോളേജുകളിൽ മഫ്ത ഇട്ട, സ്കാഫ് ഇട്ട, പർദ്ദ ഇട്ട കുട്ടികളെ ജയ് ശ്രീറാം വിളിച്ച് തടഞ്ഞപ്പോൾ അന്ന് മാണ്ഡ്യയിലെ കോളേജിലേക്ക് അല്ലാഹു അക്ബർ ചൊല്ലി മസ്കൻ ഖാൻ കടന്നു വരുന്ന ചിത്രം നമ്മുടെ മുമ്പിലുണ്ട്. പിന്നെ കർണാടകയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഫാത്തിമ കനീസ ഗുൽബർഗിൽ നിന്ന് 14,000 വോട്ടിന് ജയിച്ച് ഇന്ന് അസംബ്ലിയിൽ ഇരിക്കുകയാണ്. പിന്നെ ഹലാൽ ഫുഡുമായി വന്നു. പിന്നെ പശു ഗുണ്ടായിസം വന്നു. പച്ചക്കറി ഭക്ഷവും ഇറച്ചി ഭക്ഷവും. ഏറ്റവും അവസാനമായി കൊന്ന ആര്യൻ മിശ്രയുടെ മാതാവ് സനാതനവാദികളോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഈ മുസ്ലിമീങ്ങളെ കൊല്ലാൻ നിങ്ങൾക്ക് എന്താ അധികാരം? അങ്ങനെ തുടങ്ങി ഒന്നൊന്നായി വിഷയങ്ങൾ. കലിമത്ത് തൗഹീദ് വർഗീയമാണ്. അതുപോലെ ഇന്ത്യയിലെ കേന്ദ്ര വിദ്യാഭ്യാസ നയത്തിനകത്ത് വന്ന ചരിത്ര പാഠപുസ്തകങ്ങളിലെ തിരുത്തലുകൾ, മാറ്റങ്ങൾ, അങ്ങനെ തുടങ്ങി ഒരുപാട് വിഷയങ്ങൾ. കാശ്മീരിലെ 370, ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾക്കെതിരായ ഒരു ഘോഷയാത്ര കണക്കെ നിരന്തരമായ നടപടികൾ. ആ നടപടികളുടെ അവസാനത്തെ ഒരു സംഭവമാണ് വഖഫ്. എന്തുകൊണ്ട് ഈ വഖഫ് ഇത്രയേറെ ഗൗരവത്തിൽ ചർച്ച ചെയ്യുന്നു വെച്ചാൽ, നിയമവുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ ഞാൻ പറയാം. ഒന്ന്, ഷറയിൽ വാക്കാൽ വഖഫുണ്ട്.
അതിന് കാരണമുണ്ട്. അള്ളാഹുവിൻ്റെ ഹബീബായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഇതുപോലെ എഴുത്തും വായനയൊന്നും അത്രയേറെ പ്രസിദ്ധവും പ്രചാരവും ഇല്ലാത്ത കാലത്ത് അന്ന് ഇന്നത്തെ ഡോക്യുമെൻറ്റിനേക്കാൾ ഏറ്റവും അധികം വിശ്വാസമുള്ള വാക്കാൽ വഖഫുണ്ട്. അത് ഇന്ത്യയിലെ നിയമത്തിലുണ്ട്. അതാണ് ഓറൽ വഖഫ്. യൂസർ വഖഫുണ്ട്, ഉപയോഗത്താലുള്ള വഖഫുണ്ട്. പിന്നെ ഡോക്യുമെൻ്ററി വഖഫ്. 3 തരം വഖഫുകൾ രാജ്യത്തുണ്ട്. അതാണ് വഖഫിൻ്റെ നിർവചനം. ആ നിർവചനത്തിൽ ഈ നിയമം പറയുന്നത് വാക്കാൽ വഖഫുമില്ല, ഉപയോഗത്താലുള്ള വഖഫുമില്ല. വരാൻ പോകുന്ന അപകടം എന്താണെന്ന് വെച്ചാൽ, വളരെ ലളിതമായി ഒരു ഉദാഹരണത്തിലൂടെ ഞാൻ നിങ്ങളെ ബോധ്യപ്പെടുത്താം. വാക്കാൽ വഖഫ് ഉപയോഗത്താലുള്ള വഖഫ് ഇല്ലാതെ പോയാൽ, ഞാൻ കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിൻ്റെ ഇവിടെ ബഹുമാനായ PMA സലാം സാഹിബിൽ ഇരിക്കുന്നത് 1/2 നൂറ്റാണ്ട് കാലത്ത് ഒരു ഫ്ലാഷ് ബാക്ക് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. കേരളത്തിലെ മുസ്ലിം ഉമ്മത്ത് ഇതുപോലെ അന്തസ്സോടെയും ഇസ്സത്തോടെയും ഇഖ്ലാസോടെയും ജീവിക്കാത്ത ഒരു 1/2 നൂറ്റാണ്ട് മുമ്പുള്ള ഒരു കാലം. ആ കാലത്ത് കോളറ വന്ന് വസൂരി വന്ന് ആളുകൾ മരിച്ചു വീഴുന്ന കാലത്ത് മരിച്ച സ്ത്രീയുടെ മയ്യത്തിൻ്റെ മുകളിൽ നിന്ന് മുല കുടിക്കുന്ന കുട്ടിയുടെ ഭീതിതമായ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കാലത്ത് കോഴിക്കോട് കോർപ്പറേഷൻ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ മയ്യത്ത് വെക്കാൻ കൊടുത്ത ഭൂമിയാണ് കണ്ണമ്പറമ്പ്. ഈവൻ നൗ ടാക്സ് സ്റ്റാൻഡ്സ് ഇൻ ദ നെയിം ഓഫ് കാലിക്കറ്റ് കോർപ്പറേഷൻ എന്നാണ് കോടതി പറയുകയാണ്. ഇപ്പോഴും നികുതി വെക്കുന്ന കാലിക്കറ്റ് കോർപ്പറേഷൻ്റെ പേരിലാണ്. അപ്പോൾ അങ്ങനെ വന്നാൽ ഉപയോഗത്താലുള്ള വഖഫായി പരിഗണിക്കുമ്പോൾ ചോദ്യം നമ്പർ 1, കണ്ണമ്പറമ്പ് ശ്മശാനത്തിൽ ഒരുപാട് നേതാക്കന്മാർ, മന്ത്രിമാർ, സാമൂഹ്യ പ്രവർത്തകന്മാർ, സാംസ്കാരിക നായകന്മാർ, സ്വാതന്ത്ര്യ സമര സേനാനികൾ, ഒരുപാട് ആളുകൾ റബ്ബിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയായി മയ്യത്തായി അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഉപയോഗത്താലുള്ള വഖഫല്ലാതായാൽ ചോദ്യം നമ്പർ 1 അതാണ്. വാക്കാൽ വഖഫല്ലാതായി വന്നാൽ അപ്പോൾ അപകടകരമായി ഇന്ത്യയിലെ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഒരുപാട് വഖഫുകളുടെ മേലെ ഒരു ചോദ്യചിഹ്നമായി ഇതൊക്കെ തന്നെ വഖഫായി പരിഗണിക്കാൻ പറ്റുമോ എന്നുള്ളത് ഒന്നാമത്തെ ക്വസ്റ്റ്യനാണ്. രണ്ടാമത്തെ രജിസ്ട്രേഷനാണ്. ഇപ്പോൾ നിങ്ങൾക്കറിയാം രജിസ്ട്രേഷൻ എങ്ങനെയാണ്. നിങ്ങളൊരു ആപ്ലിക്കേഷൻ വഖഫ് ബോർഡ് മുമ്പാകെ കൊടുത്താൽ ആ വഖഫ് ബോർഡ് മുമ്പാകെ കൊടുക്കുന്ന ആപ്ലിക്കേഷൻ്റെ അകത്ത് നിങ്ങളുടെ കമ്മിറ്റിയുടെ മിനിറ്റ്സിൻ്റെ തീരുമാനം, നിങ്ങളുടെ ബൈലോ, നിങ്ങളുടെ വഖഫിൻ്റെ ആധാരം, നിങ്ങളുടെ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ്, ഭൂനികുതി അടച്ച കടലാസ് എല്ലാം കൂടി ഒരു ലെറ്റർ കൊടുത്താൽ 3 ടൈപ്പ് ഓഫ് എൻക്വയറി നടത്തിയിട്ടാണ് രജിസ്റ്റർ ചെയ്യുന്നത്. ഇപ്പോൾ കാസക്കാരൊക്കെ ചാനലിൽ വന്നിട്ട് സെക്ഷൻ 40യെക്കുറിച്ച് വല്ലാതെ പറയുന്നുണ്ട്. സെക്ഷൻ 40 അത് അപകടകരമാണ്. ഒരു മുസ്ലിം ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചാൽ വഖഫാവും, ഒരിക്കലുമല്ല. ആ ആപ്ലിക്കേഷൻ കൊടുത്താൽ 3 ടൈപ്പ് ഓഫ് എൻക്വയറിയാണ്. 1, ഒരു പത്രത്തിൽ പരസ്യം വരും, ഇന്ന ജില്ലയിൽ, ഇന്ന താലൂക്കിൽ, ഇന്ന അംശം, ഇന്ന ദേശം, ഇന്ന സർവേ, ഇന്ന റീസർവേ, ഇന്ന സബ് ഡിവിഷനിൽ, ഇന്ന പള്ളി കമ്മിറ്റി അല്ലെങ്കിൽ മഹല്ല് കമ്മിറ്റി രജിസ്ട്രേഷൻ ആപ്ലിക്കേഷൻ തന്നിട്ടുണ്ട്. ആർക്കെങ്കിലും ആക്ഷേപമുണ്ടോ? സമുദായ സംഘടനകൾ അമീബ പെറ്റുപെരുകുന്നത് പോലെ ഈ കൊച്ചു കേരളത്തിലടക്കം എത്രയാ തർക്കങ്ങൾ. ഒരു സംഘടന രജിസ്ട്രേഷൻ വരുമ്പോൾ വേറെ സംഘടന ആക്ഷേപം വരും. അപ്പോൾ ആപ്ലിക്കേഷൻ്റെ എൻക്വയറിയുടെ ഒരു ഘട്ടം. 2ാം ഘട്ടം ലോക്കൽ എൻക്വയറി നടത്തും. ആ ബന്ധപ്പെട്ട ഓഫീസ്, ഇപ്പോൾ നമുക്കറിയാം കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ വഖഫ് ബോർഡിന് 9 ഓഫീസുണ്ട്. ആ ഓഫീസിലെ ഫീൽഡ് ഓഫീസർമാർ പോയി ലോക്കൽ എൻക്വയറി നടത്തി ആ ആപ്ലിക്കേഷൻ തന്ന സംഘടന തന്നെയാണോ അത് നടത്തുന്നത് എന്ന് ബോധ്യപ്പെട്ടാൽ അതാണ് ബോർഡ് മുമ്പാകെ വരുന്നത്. നമ്പർ 3 എന്ന് പറഞ്ഞത്, ആരെങ്കിലും ആക്ഷേപം ഉന്നയിച്ചാൽ, ആരെങ്കിലും ഒബ്ജക്ഷൻ ഫയൽ ചെയ്താൽ ആ ഒബ്ജക്ടറെ കൂടി കേട്ട് ആരതാണ് യഥാർത്ഥ ജെന്യുവൻ ക്ലെയിം ആരതാണ് അവർക്ക് ആ രജിസ്ട്രേഷൻ കൊടുക്കുന്നത്. കാസക്കാർ പറയുന്നത് സെക്ഷൻ 40 നിങ്ങളിങ്ങനെ ചൂണ്ടിക്കാണിച്ച വഖഫാവുന്ന. ഇപ്പോൾ രജിസ്ട്രേഷനിൽ വന്ന ഭേദഗതി എന്ന് വെച്ചാൽ ഇനി കലക്ടർ തീരുമാനിക്കേണ്ടി. ഇപ്പോൾ പല ആളുകളും കഴിഞ്ഞ കുറേ ദിവസമായി വന്നിട്ട് പറയുകയാണ്, നിങ്ങളിങ്ങനെ 10-30 കൊല്ലക്കാലം ക്ലാസ് എടുത്തപ്പോൾ നമ്മൾ രജിസ്റ്റർ ചെയ്തില്ല. കാരണം എന്താ വെച്ചാൽ 7% വഖഫ് ബോർഡിന് കൊടുക്കണമല്ലോ എന്ന് പേടിച്ചിട്ടാണ് രജിസ്റ്റർ ചെയ്യാൻ. ഇനി എന്താ ചെയ്യുക? ഇനി കലക്ടറാണ്. ഈ ബില്ല് പാസ്സായി കഴിഞ്ഞു, പാർലമെൻറ്റ് 2 സഭകളിൽ പാസ്സായി. കോടതി മറിച്ചൊരു തീരുമാനം വരുന്നതുവരെ ഈ ബില്ലാണ്. നാളെ ഇപ്പോൾ ഒരു അജണ്ട കണ്ടു ഞാൻ വരുന്ന വഴിക്ക്. എന്താ വെച്ചാൽ നമ്മുടെ ഓഫീസ് 9 ഓഫീസിന് ഇനി പ്രവർത്തനം ഉണ്ടാവില്ല, രജിസ്ട്രേഷൻ ഇല്ല, ഓഡിറ്റ് ഇല്ല, ഒരു കാര്യമില്ല, കംപ്ലീറ്റ് നിശ്ചലമാവാൻ പോവുകയാണ്. അപ്പോൾ ഈ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്, ശ്രദ്ധിച്ച് കേട്ടാൽ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഇനി കലക്ടർ തീരുമാനിക്കേണ്ടത്. അതാണ് സുപ്രീം കോടതി ചോദിച്ചൊരു ചോദ്യം. ഒരു വഖഫും സർക്കാരും തമ്മിലൊരു സംഘർഷം വന്നാൽ ആ സംഘർഷം തീരുമാനിക്കേണ്ടത് സർക്കാരിൻ്റെ ഭാഗമായ കലക്ടറാണോ? ആരാണ് കലക്ടർ? സിവിൽ സർവീസിൻ്റെ ഡിക്ഷണറി പറഞ്ഞത് ഇസ് എ ബിസിയസ്റ്റ് സിവിൽ സർവൻ്റ് എന്നാണ് ഒരു കലക്ടറെ കുറിച്ച് പറഞ്ഞത്. റവന്യൂ ഹെഡാണ്. അദ്ദേഹത്തിന് ഒരുപാട് വിഷയങ്ങൾ തീരുമാനിക്കാനുണ്ട്. ആ തീരുമാനിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇതുകൂടി അദ്ദേഹത്തിൻ്റെ മുമ്പിലേക്ക് വന്നാൽ ഇനി കലക്ടർമാരൊരു സംഗതി ഞാൻ പറയാം. ഇപ്പോൾ നമ്മൾ കേരളത്തിലൊക്കെ നമ്മുടെ രാഷ്ട്രീയ പശ്ചാത്തലം നമുക്ക് വലിയ പ്രയാസം ഉണ്ടാവില്ല. പക്ഷേ നോർത്ത് ഇന്ത്യയിൽ ബുൾഡോസർ രാജിന് ഉത്തരവിട്ട മുഴുവൻ കലക്ടർമാരാണ്. അവസാനം സുപ്രീം കോടതി തടയിട്ടു, അങ്ങനെ പൊളിച്ചു പോകല്ല. പ്രതിയായ ഒരാളുടെ വീട് പൊളിക്കാൻ നിങ്ങൾക്ക് എന്ത് അധികാരം? ഇന്നലെ അധികാരം ഏറ്റെടുത്ത സുപ്രീം കോടതി ജഡ്ജി ഗവായിയുടെ ലാസ്റ്റ് റൂളിംഗ് അതാണ്. ഒരാൾ പ്രതിയായാൽ അയാളെ വീട് നിങ്ങൾക്ക് പൊളിക്കാൻ പറ്റുമോ?
ഇനി അയാൾ ശിക്ഷിക്കപ്പെട്ടാൽ അയാൾ വീട് നിങ്ങൾക്ക് പൊളിക്കാൻ പറ്റുമോ? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അങ്ങനെ ഒപ്പിടുന്ന കലക്ടർമാരാണ് നമ്മുടെ രാജ്യത്തേറെ ഉള്ളത്. അതിന് ഏറ്റവും ബെസ്റ്റ് ഒരു ഉദാഹരണം, ബാബരി ഇഷ്യൂ കത്തിക്കാളുമ്പോൾ കോടതിയിൽ അതിൻ്റെ ഡൈവേർഷൻ പോയിന്റ് എവിടെയാണ്? കേരള സംസ്ഥാനത്തിലെ പത്തനംതിട്ട ജില്ലക്കാരനായ അന്നത്തെ അയോധ്യയിലെ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് കെ നായർ, അദ്ദേഹമാണ് ആ മീറാബിൻ്റെ കൂടെ ഒരു വിഗ്രഹം ഉണ്ടായിരുന്നു എന്ന് ആദ്യത്തെ റിപ്പോർട്ട് കൊടുക്കുന്നത്. മാത്രമല്ല ഇപ്പോൾ വിശ്വ ഹിന്ദു പരിഷത്തിനൊരു പുസ്തകം കണ്ടു കെ നായരെ കുറിച്ച്, അറിയപ്പെടാത്ത പോരാളി. അദ്ദേഹം ജീവിതത്തിൽ ചെയ്ത പോരാട്ടം ഒരു പള്ളി അമ്പലാക്കി കൊടുത്തത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് കലക്ടറിലേക്ക് പോവുക എന്ന് പറയുന്നത് ഒരു പ്രശ്നം തന്നെയാണ്. ഇനി മൂന്നാമത്തത്, ഇനി രജിസ്ട്രേഷന് സുപ്രീം കോടതി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. 13-ാം നൂറ്റാണ്ടിലെ 14-ാം നൂറ്റാണ്ടിലെ 15-ാം നൂറ്റാണ്ടിലെ ആധാരങ്ങളുമായി രജിസ്ട്രേഷന് വരിക എന്ന് പറഞ്ഞാൽ ഭൂതകാലം ഇങ്ങനെ തപ്പി നോക്കണോ എന്നാ ചോദിച്ചത്. ഇപ്പോൾ രജിസ്ട്രേഷന് പ്രശ്നമുണ്ട്. ഇപ്പോൾ പല ആളുകളും വന്ന് പറയാം, 1 ഏക്കർ 44 സെൻറ്റ് പള്ളിക്കുണ്ട്, 88 ആധാരമുള്ളൂ, ബാക്കി 40. ആ 40 പ്രശ്നം തന്നെയാണ്. ആധാരം ഇല്ലെങ്കിൽ ഒരു കലക്ടർ രജിസ്റ്റർ ചെയ്ത് തരില്ല. പിന്നെ മൂന്നാമത്തെ പോയിന്റ്, മുസ്ലിമീങ്ങൾക്ക് വഖഫ് ചെയ്യാം. പക്ഷേ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന പ്രാക്ടിക്കൽ മുസ്ലിം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ തന്നെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കുറേ മുസ്ലിം ഉണ്ട്. ബാഡ് മുസ്ലിം, ഗുഡ് മുസ്ലിം, എക്സ് മുസ്ലിം, ഒരുപാട് മുസ്ലിം വന്ന് അതിൻ്റെ കൂടെ പ്രാക്ടിക്കൽ മുസ്ലിം. ഈ പ്രാക്ടിക്കൽ എന്ന് ആരാ തീരുമാനിക്കുക? സാധാരണ ഒരു നിയമം രാജ്യത്ത് പാർലമെൻറ്റ് പാസ്സാക്കിയാൽ ആ നിയമത്തെ മദർ ലോ എന്ന് പറയും, മാതൃനിയമം. ഓരോ സംസ്ഥാനവും അതിൻ്റെ ചട്ടം ഉണ്ടാക്കും. ഇപ്പോൾ ചട്ടം ഉണ്ടാക്കുന്നതും ഈ നിയമത്തിൽ പറഞ്ഞത് പാർലമെൻറ്റ് തന്നെ, കേന്ദ്ര ഗവൺമെൻറ്റാണ്. അപ്പോൾ ഇന്നലെ എന്നോട് ഒരാൾ ചോദ്യം ചോദിച്ചു, ആർക്കാണ് ഉത്തരം പറയാം. ഞാൻ പറഞ്ഞത്, ഞാൻ മുസ്ലിമാണ്, എൻ്റെ വാപ്പ മുസ്ലിമാണ്, എൻ്റെ ഉമ്മ മുസ്ലിമാണ്, എൻ്റെ കുട്ടികൾ മുസ്ലിമാണ്, ഞാൻ നിക്കാഹ് ചെയ്തത് ഇസ്ലാമിക ആചാരം അനുസരിച്ചാണ്, പക്ഷേ ഞാൻ നമസ്കരിക്കല്ല, ഞാൻ പ്രാക്ടിക്കൽ മുസ്ലിം ആകുമോ? വമ്പിച്ച ക്വസ്റ്റ്യനാണ്. അപ്പോൾ പ്രാക്ടിക്കൽ മുസ്ലിം ആരാ തീരുമാനിക്കേണ്ടത്? അപ്പോൾ പ്രാക്ടിക്കൽ മുസ്ലിമായി 5 കൊല്ലം ഉള്ള ആളുകൾക്ക് മാത്രമേ ഇനി വഖഫ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ, എന്തിനാണ് ഈ നിയമം കൊണ്ടുവന്നത്? ഈ സെക്ഷൻ എന്തിനാണ് ഇൻസെർട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ, ഈ ജാതീയമായ ഉച്ചനീചത്വങ്ങളുടെ പേരിൽ ഉത്തരേന്ത്യയിൽ തമിഴ്നാട്ടിലൊക്കെ ചില ഗ്രാമീണ മേഖലകളിൽ ആളുകൾ ഷഹാത്ത് കലിമയിൽ ഇസ്ലാമിലേക്ക് വന്നാൽ ഒരു 5 നേരം അള്ളാഹുവിന് സുജൂദ് ചെയ്യാൻ തൻ്റെ കൊച്ചു കൂര ഒരു 3 സെൻറ്റ് വഖഫ് ചെയ്യാൻ ഈ നിയമം കൊണ്ട് പറ്റൂല. 5 കൊല്ലം മുസ്ലിം ആവണം. 5 കൊല്ലം മുസ്ലിം ആവുക എന്ന് പറയുന്നത് ആളുകൾക്ക് വഖഫായ സ്ഥലത്ത് വെച്ച് നമസ്കരിക്കുന്നതിന് പ്രയാസം ഉണ്ടാക്കുകയാണ്. ഇനി നാലാമത്തെ ഒരു കാര്യം, നോൺ മുസ്ലിമിന് വഖഫ് ചെയ്യാൻ പറ്റുമോ? ഇപ്പോൾ സെക്ഷൻ 106 പറയുന്നത്, എനി പേഴ്സൺ പ്രൊഫസിങ് അതർ ദാൻ ഇസ്ലാം, ഇന്ത്യയിലെ ഏത് പൗരനും, ഇസ്ലാം മതം വിശ്വസിക്കാത്ത പൗരനും പള്ളിക്ക് വേണ്ടി, മദ്രസയ്ക്ക് വേണ്ടി, അതുപോലെ ഖബറിന് വേണ്ടി, ദർഗയ്ക്ക് വേണ്ടി, മുസാഫർഖാനയ്ക്ക് വേണ്ടി ഒക്കെ 13ഓളം ഐറ്റം പറയുന്നുണ്ട്, അവർക്ക് തരാം. ഇപ്പോൾ ആ സെക്ഷൻ അതിൻ്റെ നേരെ എഴുതിയിരിക്കുന്നു ഒമിറ്റഡ്, അത് ഒഴിവാക്കി. ഒരു ഹിന്ദുവിന് തരാൻ കഴിയില്ല. ഞാനിപ്പോൾ സംസാരിക്കുമ്പോൾ 2 ദിവസം മുമ്പ് പാലക്കാട് ജില്ലയിൽ നിന്ന് ഒരു കൂട്ടം പള്ളിയുടെ ആളുകൾ വന്നിട്ട് പറഞ്ഞു, ഒരു ഹൈന്ദവ സഹോദരി ഒരു 5 സെൻറ്റ് പള്ളി കയറാൻ റെഡിയാണ്, എന്ത് പറ്റും? തരാൻ കഴിയില്ല. പുതിയ നിയമം അനുസരിച്ച് പറ്റില്ല. കാരണം ഹിന്ദു കമ്മ്യൂണിറ്റിയിലെ ഒരാളുകൾ വഖഫ്, സുപ്രീം കോടതിയുടെ ലേറ്റസ്റ്റ് ജഡ്ജ്മെൻ്റ് എന്താ അറിയോ? ഏത് കമ്മ്യൂണിറ്റിയിലെ ആളുകൾക്കും പള്ളിക്ക് വേണമെങ്കിൽ വഖഫ് ചെയ്യാം, ബട്ട് മുത്തവല്ലി ആകാൻ പറ്റില്ല. മുത്തവല്ലി ആകാത്ത വിധത്തിൽ അവർക്ക് ഹിന്ദു കമ്മ്യൂണിറ്റി, അങ്ങനെ തന്നെയല്ലേ കൊടുങ്ങല്ലൂർ ചേരമാൻ ജുമാ മസ്ജിദ്, ഇവിടെ മടവൂരും TP ഒക്കെ ഇല്ലേ? ഞങ്ങൾ റഹ്മാൻ ഖാൻ വന്നപ്പോഴൊക്കെ ഞങ്ങൾ പോയതാണ് കൊടുങ്ങല്ലൂർ ചേരമാൻ. ഇപ്പോൾ ചേരമാൻ ജുമാ മസ്ജിദ് ചെന്നാൽ അറിയാം, ആ പഴയ പള്ളി അതുപോലെ നിലനിർത്തി അതിൻ്റെ താഴെ 11.5 കോടി രൂപക്ക് അണ്ടർഗ്രൗണ്ട് സെൻട്രലൈസ്ഡ് AC പള്ളി അവിടെ തന്ന കമ്മ്യൂണിറ്റിയുടെ പേരടക്കമുണ്ട്. ഇപ്പോൾ ഞങ്ങളൊരു ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ കേരളത്തിൽ എത്ര ഹിന്ദു കമ്മ്യൂണിറ്റിയിലെ ആളുകളാണ് തന്നത്. ഇപ്പോൾ RSSകാർ ചെയ്യുന്ന പണി എന്താ വെച്ചാൽ, വയനാട് ജില്ലയിൽ ഒരു പള്ളിക്കാരെ വിളിച്ച് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ആധാരത്തിൻ്റെ കോപ്പി കിട്ടണം. ഞാൻ ആ കോപ്പി പരിശോധിച്ച് നോക്കുമ്പോൾ 4 ജൈന സഹോദരന്മാർ 2.5 ഏക്കർ പള്ളിക്ക് കൊടുത്തതാണ്. അപ്പോൾ ഇവർ മുഴുവൻ തപ്പി അടക്കുകയാണ് ഇപ്പോൾ ആര് കൊടുത്തു. അപ്പോൾ കേരളത്തിൽ ഇനി വരാൻ പോകുന്നൊരു സംഭവം പറഞ്ഞാൽ, ഹിന്ദു കമ്മ്യൂണിറ്റിയിലെ ആളുകൾക്ക് വഖഫ് ചെയ്യാൻ പറ്റില്ല. 4. പിന്നെ 5ാമത്തെ കാര്യം, ബോർഡ്. ഇപ്പോൾ TP ചോദിക്കായിരുന്നു പുതിയ ബോർഡപ്പോൾ വരിക. സത്യത്തിൽ കഴിഞ്ഞ ഡിസംബർ 14 ഞങ്ങളെ കാലാവധി കഴിഞ്ഞതാണ്. പാലക്കാട്ടെ ഹൈദ്രോസ് ജുമാ മസ്ജിദിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി പറഞ്ഞത് വെച്ചാൽ, പുതിയ ബോർഡ് വരുന്നത് വരെ തുടരട്ടെ, ഒരുപാട് കേസ് വിധി പറയാനുണ്ട്. ഇപ്പോൾ 9 ദിവസം മാസ്റ്റർ സിറ്റിംഗ്. പുതിയ ബോർഡ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് നോമിനേഷനാണ്. എന്തിനാ ഈ നോമിനേഷൻ? നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയുണ്ട്. ഇതിനകത്ത് ഇന്ത്യൻ പാർലമെൻറ്റിൽ കഴിഞ്ഞ കൊല്ലം ഇത് അവതരിപ്പിച്ചപ്പോൾ KC വേണുഗോപാലിനെ പോലെ NK പ്രേമചന്ദ്രനെ പോലുള്ള ആളുകൾ ചോദിച്ച ചോദ്യമുണ്ട്, എന്തിനാണ് നോൺ മുസ്ലിമിനെ ഇൻക്ലൂഡ് ചെയ്തത്? വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഇന്ത്യയിൽ 10-16 സ്റ്റേറ്റ് സംഘ് പരിവാറുകൾ ഭരിക്കുകയാണ് വളരെ കൃത്യമായ അളവിൽ. അവരിതിനകത്ത് 2 നോൺ മുസ്ലിം മാത്രമല്ല, മുസ്ലിം ആവേണ്ട 6ഓളം സ്ഥലങ്ങളിൽ മുസ്ലിം എന്ന് എടുത്തു കളഞ്ഞു. മാക്സിമം 8 പേര് വരെ വരും.
നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാകും, ഇവിടെ കേരളത്തിലെ വഖഫിൻ്റെ നിയമനം PSCക്ക് വിട്ടപ്പോൾ ഞങ്ങൾ ഡിസൻറ്റ് നോട്ട് എഴുതി, നിയമസഭ പാസ്സാക്കി. ബഹുമാനപ്പെട്ട സാദിഖ് അലി ശിഹാബ് തങ്ങൾ, സലാം സാഹിബൊക്കെ ഉണ്ട്. ഇവർ വലിയ സമരമുഖത്ത് വന്നു, സമുദായ സംഘടനകൾ മുഴുവൻ സമരമുഖത്ത് വന്നു. ആ സമരമുഖത്ത് വന്നപ്പോൾ ഞാൻ ഇപ്പോൾ ഓർമ്മിക്കുന്നു, മാധ്യമത്തിലും സുപ്രഭാതത്തിലും ചന്ദ്രയിലും ഞാൻ എഴുതിയ ലേഖനത്തിൽ 3 കാര്യം പറഞ്ഞിരുന്നു. അതിൽ ഒന്നിപ്പോൾ സംഭവിച്ചു. ഒന്നാമത്തത് അപ്പോയിൻമെൻറ്റ് അതോറിറ്റി വഖഫ് ബോർഡാണ്. രണ്ട് ഇന്ത്യയിലെ രാഷ്ട്രീയ സാഹചര്യം സംഘികൾക്ക് അനുകൂലമാണ്. കേരളത്തിൽ ഇത് മോഡലാക്കി എടുത്താൽ PSCക്ക് വഖഫിൻ്റെ നിയമനം വിട്ടാൽ ഇന്ത്യയിലെ 16 സ്റ്റേറ്റിലും ഇതു സംബന്ധിയായ ഒരു ആലോചന RSS ബുദ്ധി കേന്ദ്രങ്ങളിൽ ജനിക്കാൻ സാധ്യതയുണ്ട്. മൂന്നാമത്തെ സംഗതി എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം നെട്ടൂർ P. ദാമോദരൻ കമ്മീഷൻ റിപ്പോർട്ട് തുടങ്ങി അവസാനമായി സാവൻകുടി സാഹിബിൻ്റെയും KB രവീന്ദ്രനാഥിൻ്റെയും കമ്മീഷൻ വരെ 26,400 ബാക്ക്ലോഗ് ഉണ്ട് എന്ന് കണ്ടെത്തിയ കേരളത്തിൽ വഖഫിൻ്റെ നിയമനം ഓപ്പൺ പൂളിൽ നിന്ന് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മിനിമം 12-ൽ 1 നമ്മളെ കയ്യിൽ പുറത്തു. ഇത് കൃത്യമായി പറഞ്ഞപ്പോഴാണ് അവസാനം കേരള നിയമസഭയിൽ അത് പിൻവലിച്ച ബില്ല്. ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് ഈ ബോർഡും അങ്ങനെ തന്നെയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ നോർത്ത് ഇന്ത്യയിൽ BJP ഒരുക്കുന്ന ഒരു സ്റ്റേറ്റിൽ അവർക്ക് മുസ്ലിം MLA ഇല്ല, അവർക്ക് മുസ്ലിം MP ഇല്ല, അവരെ കൂടെ പള്ളി ഭാരവാഹികൾ ഉണ്ടാവില്ല. അപ്പോൾ 8 പേരെ നോമിനേഷനിലേക്ക് വരും. ഇന്ത്യ മഹാരാജ്യത്ത് നിങ്ങൾ ശ്രദ്ധിച്ചോക്ക്, 15% മുസ്ലിമീങ്ങൾ താമസിക്കുന്ന ഇന്ത്യയിൽ ഒരു MP ഇല്ലാത്ത, ഒരു മന്ത്രി ഇല്ലാത്ത, മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് ഒരു ബർത്ത് ഇല്ലാത്ത നാണം കെട്ട ഗവൺമെൻറ്റാണ് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായി ഇന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളിൽ 8 അംഗങ്ങൾ ബോർഡിലേക്ക് നോൺ മുസ്ലിം കമ്മ്യൂണിറ്റി വരും. അതിനുവേണ്ടിയാണ് ഇത് കംപ്ലീറ്റ് നോമിനേഷനിലേക്ക് പോകുന്നത്. തെരഞ്ഞെടുപ്പ് എന്ന് വന്നാൽ, മുസ്ലിം കമ്മ്യൂണിറ്റി എന്ന് വന്നാൽ മുസ്ലിം MP-യോ മുസ്ലിം MLA-യോ മുത്തവല്ലിയോ കോട്ടയിൽ നിന്ന് BJP ജയിക്കില്ല. അതാണ് ഈ ബോർഡിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ വരാൻ പോകുന്ന പ്രധാന കാര്യം. ഇനി 6ാമത്തെ കാര്യം, CEO, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. ഇപ്പോൾ നിയമത്തിൽ പറഞ്ഞത് ഗവൺമെൻറ് സെക്രട്ടറി റാങ്കിലുള്ള 2 മുസ്ലിം ഉദ്യോഗസ്ഥന്മാരെ ബോർഡ് യോഗത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത് സർക്കാരിലേക്ക് അയക്കണം. സർക്കാർ അതിൽ നിന്ന് 1 തിരഞ്ഞെടുത്ത്, ആ പൂളിൽ നിന്ന് 1 തിരഞ്ഞെടുത്ത് ഇങ്ങോട്ടയക്കും. പുതിയ നിയമത്തിൽ മുസ്ലിം എടുത്തു കളഞ്ഞു എന്ന് പറഞ്ഞാൽ വഖഫ് ബോർഡിൻ്റെ CEO നോൺ മുസ്ലിം വരാം. 6ാമത്തെ കാര്യം. ഇനി 7ാമത്തെ ഒരു കാര്യം സർവേ ആണ്. സർവേ കമ്മീഷൻ എടുത്തുപോയി. നിങ്ങൾ ആലോചിക്കണം, ഇത്രയേറെ അപകടകരമായ ഒരു സംഗതിയില്ല. എന്താ സർവേ കമ്മീഷൻ? ഡോക്ടർ മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായപ്പോൾ ഇന്ത്യയിലെ വഖഫ് സ്വത്തുക്കളെ കൃത്യമായ അളന്ന് തിട്ടപ്പെടുത്തുന്നതിന് വേണ്ടി വലിയ കോടാനുകോടി രൂപ വന്നിട്ട് ഇന്ത്യയുടെ മാപ്പ് വരച്ച് ഒരു ജില്ല, താലൂക്ക്, അംശ, ദേശ സർവേ ഇങ്ങനെ കൃത്യമായി ഗ്രീനിഷായി ഒരു മാപ്പ് വരച്ച് വഖഫ് സ്വത്തുക്കൾ സംരക്ഷിക്കുന്ന പണിയെടുത്തുകൊടുക്കുക. അതിന് കാരണം സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടാണ്. ഇന്ത്യയിലെ വഖഫ് സ്വത്തുക്കൾ ഫലപ്രദമായി, കാര്യക്ഷമമായി, രചനാത്മകമായി പ്രയോജനപ്പെടുത്തിയാൽ ഇന്ത്യയിലെ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ സകലമാന പ്രശ്നങ്ങൾക്കും പ്രതിവിധിയായി എന്ന സച്ചാർ കമ്മീഷൻ്റെ അവസാനത്തെ പേജ്. അത് കണ്ടിട്ടാണ് ഇത് മാപ്പിംഗ് വന്നത്. ഇപ്പോൾ സർവേ പോയി. എന്തിനാണ് സർവേ പോകുന്നത്? സർവേ പോയി കഴിഞ്ഞാൽ പിന്നെ നാട്ടിൽ വേറെ കുഴപ്പമൊന്നും വേണ്ട. ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇന്ത്യയിലെ ബാബരി മസ്ജിദിൻ്റെ മോന്തായം അത് RSSകാർ, വിശ്വ ഹിന്ദു പരിഷത്തുകാരൻ, ബജറംഗ് ദളുകാരൻ, ഹിന്ദു ടൈഗർ ഫോഴ്സുകാരൻ ഒക്കെ തകർക്കുമ്പോൾ പാർലമെൻറ്റിലൊരു നിയമം കൊണ്ടുവന്നു, ആരാധനാലയ സംരക്ഷണ നിയമം. ആകെ 3 പേജേ ഉള്ളൂ. അതിനകത്ത് ഒരു സെക്ഷൻ ഞാൻ പറയാം. ആ സെക്ഷൻ എന്താ വെച്ചാൽ, സെക്ഷൻ 3 പറയുന്നത്, ഇന്ത്യയിൽ ഒരു ആരാധനാലയത്തെക്കുറിച്ചൊരു തർക്കം വന്നാൽ എക്സെപ്റ്റ് ബാബരി രാമജന്മഭൂമി, അങ്ങനെ ആ സെക്ഷൻ പറയുന്നത്. ബാബരിയെ സംബന്ധിച്ച്, രാമജന്മഭൂമിയെ സംബന്ധിച്ചുള്ള കേസ് ഒഴിച്ച് ഒരു ആരാധനാലയത്തെ സംബന്ധിച്ചുള്ള ഒരു കേസ്, ഒരു സിവിൽ കേസോ അതിൻ്റെ അപ്പീൽ അന്യായമോ അങ്ങനെ പറയുന്നുണ്ട്. ഒരു സിവിൽ കോടതി നോട്ട് ടു എൻ്റർടൈൻ, സ്വീകരിക്കാൻ പാടില്ല. എന്തിനാണ് കൊണ്ടുവന്നത്? 47 ഓഗസ്റ്റ് 15 അടിസ്ഥാന ദിനമായി കണ്ട് ആരുടെ കയ്യിലാണോ ആ തർക്കമന്ദിരം, ഹിന്ദുക്കളുടെ കയ്യിലാണെങ്കിൽ അമ്പലമായി, മുസ്ലിമുകളുടെ കയ്യിലാണെങ്കിൽ പള്ളിയായി, സിഖുകാരുടെ കയ്യിലാണെങ്കിൽ ഗുരുദ്വാരയായി, ക്രിസ്ത്യാനികളുടെ കയ്യിലാണെങ്കിൽ ചർച്ചായി പരിഗണിക്കണം. ഇപ്പം ഈ മോഡി ഭരണകാലത്ത് കാശിയിൽ, വാരാണസിയിൽ, സംബലിൽ, അജ്മീറിൽ, ഗ്യാൻവാപ്പിയിൽ എവിടെയല്ല വന്നത്? എല്ലാ സിവിൽ കോടതികളും സ്വീകരിച്ചുകൊടുക്കുക. സ്വീകരിക്കൽ മാത്രമാണോ? ഖനനാനുമതിക്ക് ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് അനുമതി കൊടുക്കുകയാണ്. ഇപ്പോൾ സുപ്രീം കോടതി നോ പറഞ്ഞു. ജസ്റ്റിസ് ഖന്ന പറഞ്ഞു അവിടെ നിൽക്കട്ടെ. എന്തിനേറെ RSSൻ്റെ മോഹൻ ഭഗവത് വരെ അവസാനം പറയേണ്ട വന്നു, എത്ര പള്ളിയാ കുഴിച്ചു നോക്കാൻ. അപ്പോൾ ഈ സർവേ പോയാൽ സംഭവിക്കുന്നത്, സർവേ പോയാൽ അളക്കാൻ, തിട്ടപ്പെടുത്താൻ കഴിയാത്ത ഒരു സംവിധാനത്തിലേക്ക് സകലമാന പള്ളികളിലേക്കും പുതിയ അവകാശവാദങ്ങളുമായി RSSകാരും സംഘികളും വരും. അപ്പോൾ ആ വിധത്തിലേക്ക് സർവേ എന്ന് പറയുന്നത് ഈ നിയമത്താൽ എടുത്തു കളയപ്പെടുകയാണ്. ഇനി മറ്റൊരു സംഗതിയുണ്ട്, വഖഫുൽ ഔലാദ്. വഖഫുൽ ഔലാദ് എന്താ? ഫാമിലി വഖഫ്. നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ട ഒരു സംഗതി എന്ന് വെച്ചാൽ, ഫാമിലി വഖഫ് ഇപ്പോൾ കേരളത്തിൽ തന്നെ കുറ്റിച്ചിറയിലുണ്ട്, കൂത്തുപറമ്പിലുണ്ട്, മട്ടാഞ്ചേരിയുണ്ട്, തൃശ്ശൂരുണ്ട്, ഒരുപാടുണ്ട്. ആ കുടുംബത്തിൻ്റെ പരിരക്ഷയോടൊപ്പം
വാക്കിഫിൻ്റെ പല നിയത്തുണ്ടാവും. ഇപ്പോൾ ഞാൻ ഇന്നലെ കോഴിക്കോട് വന്ന 2 തറവാട്ടുകാർ അവരെ വഖഫുൽ ഔലാദി പറഞ്ഞത് മൗലൂദ് ഓതുകയാണ്. ഇപ്പോൾ വഖഫുൽ ഔലാദിനെ കുറിച്ച് കേന്ദ്രമന്ത്രി കിരൺ റിജിജു പറഞ്ഞെന്തറിയും? അദ്ദേഹം പറഞ്ഞത് ഈ നിയമം കൊണ്ടുവരുന്നത് 2 സംഗതിക്കാണ്. ഒന്ന്, വഖഫ് മാഫിയയിൽ നിന്ന് വഖഫിനെ രക്ഷപ്പെടുത്തുക. 3% ആളുകളുടെ കയ്യിൽ കിടക്കുകയാണ് ഈ വഖഫ്. 2, സ്ത്രീ സമൂഹത്തിൻ്റെ അഭ്യുന്നതിക്ക് വേണ്ടി ബോർഡിൽ സ്ത്രീകളുടെ പങ്കാളിത്തതാണ്. ബോർഡിൽ സ്ത്രീകളെ പങ്കാളിത്തം 95 വന്നിട്ടുണ്ട്. വഖഫുൽ ഔലാദ് എന്ന് പറഞ്ഞാൽ വാക്കിഫ് ഭരിച്ച ഉടനെ ആ വാക്കിഫിൻ്റെ അവകാശിയായ സ്ത്രീക്ക് ഇൻഹെറിറ്റ് ചെയ്യുന്ന അവകാശത്തെക്കുറിച്ച് ക്ലെയിം ഉന്നയിക്കാൻ വരാൻ പോകുന്ന സംഗതി എന്താ വെച്ചാൽ, അല്ലെങ്കിൽ തന്നെ സുപ്രീം കോടതിയിൽ ഒരു പെണ്ണുങ്ങളെ കേസ് പെൻഡിങ്ങാണ്. 1:2 ശരിയാണോ തെറ്റാണോ? ശറയിലെ 1:2 തെറ്റോ ശരിയോ എന്ന് ചോദ്യം വരികയാണ്. ഇനിയിപ്പോൾ വഖഫുൽ ഔലാദ് വാക്കിഫ് ഭരിച്ചാൽ വാക്കിഫിൻ്റെ മോള് പറയുക ശറ അനുസരിച്ച് എനിക്ക് അവകാശം വേണമെന്ന് പറഞ്ഞാൽ പുതിയ നിയമപ്രകാരം നിൽക്കും. അപ്പോൾ വൺസ് എ വഖഫ് ഓൾവേസ് വഖഫ്. ഒരിക്കൽ അള്ളാഹ്ക്ക് കൊടുത്തത് ഖിയാമത്ത് നാൾ വരെ വഖഫ് എന്ന് പറയുന്ന മഹത്തായ ഒരു ആശയം അതോടുകൂടി മരിച്ചു. അപ്പോൾ വഖഫുൽ ഔലാദ് പോകും. അതോടൊപ്പം തന്നെ ഇവാക്യൂ പ്രോപ്പർട്ടി, അഭയാർത്ഥി സ്വത്ത്. ഞാൻ അഭയാർത്ഥി സ്വത്തിനെ കുറിച്ച് ഇപ്പോൾ ഇവിടെ പറയാം. നിങ്ങൾ നാലിക്കണം, ഒരു കാലത്ത് കേരളക്കരയിൽ മുഴുവൻ കച്ചവട ആവശ്യത്തിന് വന്ന സേട്ടുമാരുണ്ട്. തലശ്ശേരിയിൽ ഒരുപാട് പള്ളിയുണ്ട്, മദ്രസയുണ്ട്, അതുപോലെ കച്ചവട സ്ഥാപനം സേട്ടുമാരുടേത്. മട്ടാഞ്ചേരിയിലുണ്ട് ഒരുപാട്. അവരൊക്കെ തന്നെ അള്ളാഹുവിൻ്റെ വജഹിനെ കരുതി, പരലോക മോശത്തെ കരുതി, ആത്മശാന്തിക്ക് വേണ്ടി. അതാണല്ലോ ഫറൂഖ് കോളേജിലെ സിദ്ദീഖ് സെട്ടിൻ്റെ ഭൂമിയൊക്കെ പരമകാരുണ്യനും കരുണാഭാരതിയുമായ അള്ളാഹുവിൻ്റെ നാമധേയത്തിൽ സോനസാല എഴുതി വെച്ച വഖഫാധാരം എൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി. ആ ആധാരത്തിലെ വാക്കുകളാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ സേട്ടുമാരെ എഴുതി വെച്ച് ഇന്ത്യ പാക് ഡിവിഷൻ വന്നപ്പോൾ ലാഹോറിലേക്ക്, റാവൽപിണ്ടിയിലേക്ക്, കറാച്ചിയിലേക്ക് അവരൊക്കെ യാത്ര പോകുന്നൊരു കാലത്ത് അതെല്ലാം ഇവിടെ അഭയാർത്ഥി സ്വത്തായി, ഇവാക്യൂ പ്രോപ്പർട്ടി. ആൾ പോവുകയാണ്. ഇപ്പോൾ തലശ്ശേരിയിൽ ഞാൻ ഇവാക്യൂ പ്രോപ്പർട്ടിൻ്റെ സെക്രട്ടറിയാണ്. 32 കൊല്ലമായി. എങ്ങനെയെന്നറിയോ? സേട്ടുമാർ മുഴുവൻ പോയപ്പോൾ സർക്കാരിൻ്റെ സ്വത്തായി. അവിടെയാണ് ആ കാലത്താണ് നമ്മുടെ സത്താർ സെഡ് സാഹിബൊക്കെ തലശ്ശേരിയിലുള്ളത്. സത്താർ സെഡ് സാഹിബൊക്കെ പാകിസ്ഥാനിലേക്ക് പോകുന്നു, ഈജിപ്തിൻ്റെ അംബാസഡർ ആകുന്നു. പിന്നെ സീറി സാഹിബിൻ്റെ നേതൃത്വത്തിൽ കോടതിയിൽ കേസ് കൊടുത്തപ്പോൾ ആ പ്രോപ്പർട്ടി നമുക്ക് തിരിച്ചു കിട്ടുക. ആ പ്രോപ്പർട്ടി എങ്ങനെയാണ് തിരിച്ചെടുത്തത്? ആ ഓർഡറിൽ പറയുകയാണ്, ഇത് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ പള്ളി ആയതുകൊണ്ട്, മദ്രസ ആയതുകൊണ്ട് ഒരു ട്രസ്റ്റിനെ കസ്റ്റോഡിയനാക്കി. സീറി സാഹിബുണ്ട്, എൻ്റെ വെല്ലുപ്പുണ്ട്, അങ്ങനെ കുറേ ആളുകളുടെ ട്രസ്റ്റിൽ. ഇപ്പോൾ ഇവർ പറഞ്ഞ ഇവാക്യൂ പ്രോപ്പർട്ടി പോകുന്ന, അങ്ങനെ ആളുകൾ പോകുന്ന പ്രോപ്പർട്ടി പോകുന്ന കണ്ടാൽ ഇവാക്യൂ പ്രോപ്പർട്ടി സർക്കാരിൻ്റെ സ്വത്തായി പരിഗണിക്കുന്ന ഒരു വാക്കായി എഴുതി വെച്ചിട്ട്. 8ാമത്തെ കാര്യം ലിമിറ്റേഷൻ. ഇപ്പം വഖഫ് സ്വത്തിനും ദേവസ്വ സ്വത്തിനും കാലഹരണ നിയമം ബാധകമല്ല. നമ്മുടെ സ്വകാര്യ സ്വത്ത്, എൻ്റെ സ്വത്ത് 12 കൊല്ലക്കാലം മറ്റൊരാളുടെ കൈവശത്തിലായി പോയാൽ, അന്യം നിന്ന് പോയാൽ, അന്യ കൈവശം നിന്നാൽ ലിമിറ്റേഷൻ അനുസരിച്ച് പിന്നെ എനിക്കത് ക്ലെയിം ചെയ്യാൻ കഴിയില്ല. സർക്കാരിൻ്റെ സ്വത്ത് 30 കൊല്ലക്കാലം മറ്റൊരാളുടെ കൈവശം വന്നാൽ ലിമിറ്റേഷൻ ക്ലോസ് അവിടെയും ബാധകമാണ്. എന്നാൽ വഖഫിൻ്റെ സ്വത്തിനും അതുപോലെ തന്നെ ദേവസ്വത്തിൻ്റെ സ്വത്തിനും ലിമിറ്റേഷൻ ബാധകമല്ല, പരിരക്ഷയുണ്ട്. പുതിയ ആക്ട് അനുസരിച്ച് ലിമിറ്റേഷൻ പ്രശ്നമാണ്. ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ മുമ്പിൽ ഒരുപാട് കൈവശം നിൽക്കുന്ന വസ്തു തിരിച്ചു പിടിക്കുന്ന കേസുണ്ട്. ഇതെല്ലാം ലിമിറ്റേഷൻ എടുത്തു പോയാൽ വഖഫിൻ്റെ വസ്തു നഷ്ടപ്പെട്ടു പോകും. മറ്റൊരു സംഗതി. ഇനി വേറെ സംഗതി എന്ന് വെച്ചാൽ മുത്തവല്ലിയെ റിമൂവ് ചെയ്തു. ഇപ്പം മുത്തവല്ലിയെ റിമൂവ് ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ, മുത്തവല്ലിയെ റിമൂവ് ചെയ്യാൻ വകുപ്പുണ്ട്. ആ വകുപ്പ് എന്താ? ഒന്ന്, മാനസികമായി വിഭ്രാന്തിയിൽപ്പെട്ടാൽ, രാജ്യം പാപ്പറായി പ്രഖ്യാപിച്ചാൽ, ഒരു ക്രിമിനൽ കേസിൽ കുറ്റവാളിയായെന്ന് കണ്ടാൽ, വഖഫ് ബോർഡ് നൽകുന്ന നിർദ്ദേശങ്ങൾ അപ്പാടെ നിരാകരിക്കുന്ന ഒരു സമീപനം സ്വീകരിച്ചാൽ നമുക്ക് മുത്തവല്ലിയെ റിമൂവ് ചെയ്യാനുള്ള അധികാരമുണ്ട്. എന്നാൽ ഇപ്പോൾ പുതുതായി ചേർത്തത് UAPA സംഘടനയിൽ അംഗമായാൽ, നോർത്ത് ഇന്ത്യയിലെല്ലാം വളരെ എളുപ്പമാണ് ഒരു മുത്തവല്ലിയെ നീക്കം ചെയ്യാൻ. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു നിയമത്തിൽ വരുന്ന മാറ്റം. ഇപ്പം കഴിഞ്ഞ ഒരു 5 വർഷം മുമ്പ് ഞങ്ങൾക്ക് വഖഫ് ബോർഡ് മെമ്പർമാരെ ഡിസ്ക്വാളിഫിക്കേഷൻ ഇതൊക്കെ തന്നെയാണ്. മാനസികമായി വിഭ്രാന്തിയാവുക, രാജ്യം പാപ്പറായി പ്രഖ്യാപിക്കുക, ക്രിമിനൽ കേസിൽ ശിക്ഷിക്കപ്പെടുക, ഇതൊക്കെ ഉള്ളൂ. കഴിഞ്ഞ ഇടതുപക്ഷ ഗവൺമെൻറ് മായനാജിനെ എന്നെയും ഡിസ്ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി ഒന്ന് എഴുതി ചേർത്തു. 3-ലധികം തവണ മത്സരിക്കാൻ പാടില്ല. അവസാനം കേരള ഹൈക്കോടതി ജസ്റ്റിസ് ഹരിപ്രസാദ് പറഞ്ഞത്, ഒരു നിയമത്തെ ബൈപ്പാസ് ചെയ്യാൻ, ഓവർടേക്ക് ചെയ്യാൻ, സൂപ്പർസീഡ് ചെയ്യാൻ ആർക്കും പറ്റൂല. പക്ഷേ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പോൾ ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് മുത്തവല്ലിയെ നീക്കം ചെയ്യാൻ, UAPA കേസിൽ ശിക്ഷിക്കുക എന്നുള്ളത് UAPA പ്രകാരമുള്ള ഒരു സംഘടനയിൽ അംഗമാവുക, നീക്കം ചെയ്യാൻ കഴിയും. അപ്പോൾ ഈ നിയമം എന്ന് പറയുന്നത് നിർവചനം തൊട്ട്, എക്സിക്യൂഷൻ തൊട്ട്, ബോർഡ് തൊട്ട്, CEO തൊട്ട് അങ്ങനെ തുടങ്ങി വന്ന് ഇനി മറ്റൊരു സംഗതി കൂടിയുണ്ട്. ആ സംഗതി എന്താ വെച്ചാൽ, നിങ്ങൾ ഇനി ആർക്കാ കണക്ക് കൊടുക്കേണ്ടതാണ്. പലപ്പോഴും ഞങ്ങൾ ക്ലാസ് എടുക്കാൻ പോയ ആളുകൾ പല കണക്കിനെ കുറിച്ച് ചോദിക്കും. ഏതിനൊക്കെയാ 7% സംഭാവന വെച്ച് ബാക്കി എല്ലാ സംഗതിക്കും നമ്മൾ കണക്ക് കൊടുക്കണം. 7% വീതം കൊടുക്കണം. അത് വരിസയ്ക്കാകാം, കാർഷിക കാലാനുഭവം, വാടകയാവാം, ഭണ്ഡാരമാവാം, കല്യാണത്തിൻ്റെ ഫീസാവാം, ഖബറിൻ്റെ ഫീസാവാം, പലതും.
ഈ നിയമത്തിൽ എഴുതി വച്ചിരിക്കുന്നത് ഇനി നിങ്ങൾ കണക്ക് കൊടുക്കേണ്ടത് സെൻട്രൽ ഗവൺമെൻറ് പോർട്ടലിലേക്കാണ്. സെൻട്രൽ ഗവൺമെൻറ് പോർട്ടലിലേക്കാണ്. ഇപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ഒരു ഫയൽ കണ്ട്. എന്താ ഫയൽ എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ് മിനിയാന്ന് ഞാനിന്നിപ്പോൾ 17 സംസ്ഥാനം ഡൽഹിയിൽ യോഗം ചേർത്തിട്ട് എല്ലാ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനോടും എല്ലാ വഖഫിൻ്റെ ഡീറ്റെയിൽ ചോദിച്ചിരിക്കുക. എല്ലാ ത്രൂ ഔട്ട് ഇന്ത്യ. എന്തിനറിയോ? ഇനി സെൻട്രൽ ഗവൺമെൻറ് പോർട്ടലിലേക്കാണ് കണക്ക് കൊടുക്കേണ്ടത്. കണക്ക് കൊടുക്കാനുള്ള അപകടം എന്തറിയോ? ഇപ്പോൾ നമ്മൾ ആക്ട് അനുസരിച്ച് നിങ്ങൾ കണക്ക് കൊടുത്തില്ല, 10 കൊല്ലം കണക്ക് കൊടുക്കാതിരുന്നാൽ എത്ര തുകയാണോ നിങ്ങൾ അടയ്ക്കേണ്ടത് അതിൻ്റെ 1/3 അടച്ച് അപ്പീൽ ഫയൽ ചെയ്ത് നിങ്ങളെ കണക്ക് പരിശോധിച്ച് യഥാർത്ഥ കണക്ക് നിങ്ങൾ അടച്ചാൽ മതി. പക്ഷെ ഇവിടെ പറയുന്നത് 1 കൊല്ലം നിങ്ങൾ സാമ്പത്തിക വർഷം പൂർത്തീകരിക്കുന്ന മുറക്ക് കണക്ക് കൊടുക്കാതിരുന്ന ജയിലാണ്. നിങ്ങൾക്ക് ജയിലാണ്. എന്തിനാ ഇങ്ങനെ ഈ സെൻട്രൽ ഗവൺമെൻറ് പോർട്ടലിലേക്ക് കണക്കെന്നറിയോ? അവർക്കറിയേണ്ടത് ഈ കമ്മ്യൂണിറ്റിയുടെ സാമ്പത്തിക സ്രോതസ്സും വരുമാനത്തിൻ്റെ സ്രോതസ്സും അവരെ വിരൽത്തുമ്പിലേക്ക് എത്തണം. വളരെ സിമ്പിളായ ഒരു സംഗതി ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ കേരളത്തിൽ 1400 സാമൂഹ്യ ക്ഷേമ സ്ഥാപനമുണ്ട്. യതീഗാനങ്ങൾ, ഓർഫനേജ്, വൃദ്ധമന്ദിരം, ബെഗർ ഹോം, പെയിൻ ആൻഡ് പാലിയേറ്റീവ്, ഡഫൻഡം, അങ്ങനെ 1400. ആ 1400 സ്ഥാപനങ്ങളുടെ അസോസിയേഷൻ്റെ സംസ്ഥാന പ്രസിഡന്റ് തൃശ്ശൂർ ബിഷപ്പും ജനറൽ സെക്രട്ടറി ഞാനുമാണ്. 402 സ്ഥാപനങ്ങൾക്കാണ് തലയെണ്ണി 1000 രൂപ ഗവൺമെൻറ് ഗ്രാൻഡ് ചെയ്തത്. കഴിഞ്ഞ ഒരു 6-7 മാസം മുമ്പ് പാലക്കാട് വെച്ച് ചില പത്രക്കാരെ വന്ന് ചോദിച്ചു, ഈ ഗ്രാൻഡ് എത്ര സ്ഥാപനം കിട്ടുന്നു? 400 പേർക്ക്. 1000 സ്ഥാപനങ്ങൾക്ക് ഗ്രാൻഡ് ഇല്ല. ഞങ്ങൾ ഗവൺമെൻറ്റിലും മെമ്മോറണ്ടം കൊടുത്തിട്ടുണ്ട്. ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞു. ഇത് മീഡിയയിൽ വലിയ വാർത്ത വന്നു. 3 ദിവസം കഴിഞ്ഞിട്ടില്ല. ഡൽഹിയിൽ നിന്ന് EDയുടെ ആളുകൾ വിളിക്കുകയാണ്. എവിടെ നിന്ന് കിട്ടിയതറിയില്ല. വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ കേരളത്തിലെ ഒരു മീഡിയയോട് 1400 സ്ഥാപനങ്ങളിൽ 400 സ്ഥാപനങ്ങൾക്കാണ് 1000 രൂപ തലയെണ്ണി കിട്ടുന്നത്, 1000 സ്ഥാപനങ്ങൾ ഗ്രാൻഡ് കിട്ടാതെയാണ് നടക്കുന്നത് എന്ന് പറയേണ്ടായി. ഒറ്റ ക്വസ്റ്റിനെ അവർക്കറിയുള്ളൂ, പിന്നെ നിങ്ങൾ ഇതെങ്ങനെയാണ് നടത്തുന്നത്? അവരെ നിരന്തരമായ ചോദ്യം തരും. നമുക്കറിയാം, കല്യാണത്തിനും മരണത്തിനും വീട്ടുകൂടലിനും ആണ്ടിനും വിവാഹ വാർഷികത്തിനും ഒരുപാട് ക്രിസ്തീയ സ്ഥാപനങ്ങളിൽ നിന്ന് ഞാൻ ഉച്ച ഊണ് കഴിച്ചതാണ്. അവിടെ പോയാൽ പറയും, ഒരു എഞ്ചിനീയറുടെ വിവാഹ വാർഷികമുണ്ട് സാറേ, ഞങ്ങൾക്ക് ഒന്ന് ചൂണയിക്കാം. അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ അവരെ ചോദ്യം ക്രിസ്തീയ സ്ഥാപനങ്ങളായാലും മുസ്ലിം സ്ഥാപനങ്ങൾ ചോദിക്കുന്നത് പോളണ്ടിൽ നിന്ന്, സ്പെയിനിൽ നിന്ന്, ജർമ്മനിയിൽ നിന്ന്, ഇറ്റലിയിൽ നിന്ന്, അങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങളിൽ നിന്ന് വിദേശ ഫണ്ടിങ് ഉണ്ടോ? അപ്പോൾ ഇനി ഈ പോർട്ടലിലേക്ക് കണക്ക് കൊടുക്കുമ്പോൾ സ്വാഭാവികമായി അവർ അന്വേഷിക്കാൻ താല്പര്യപ്പെടുന്നത് നിങ്ങളുടെ വരുമാനത്തിൻ്റെ സ്രോതസ്സാണ്. ഇനി മറ്റൊന്ന് റൂൾ മേക്കിംഗ് ആണ്. ലോകത്തെവിടെയും കണ്ടിട്ടില്ല. പാർലമെൻറ്റ് പാസാക്കിയ നിയമം നടപ്പിലാക്കാൻ സംസ്ഥാനങ്ങളെ ചട്ടം ഉണ്ടാക്കാം. ഇപ്പം പറഞ്ഞ ചട്ടവും അവരുണ്ടാക്കുന്നു. അപ്പോൾ ഇങ്ങനെ 10-11 ഞാനിപ്പോൾ നിങ്ങളെ ചൂണ്ടിക്കാണിച്ച 12ഓളം കാതലായ വിഷയങ്ങൾ, ആ വിഷയങ്ങൾ സ്വാഭാവികമായി വഖഫ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തെ, അത് വഖഫ് എക്സിക്യൂഷൻ ആയാലും ആരെന്നുള്ളതും രജിസ്ട്രേഷൻ ആയാലും എല്ലാ സംഗതികളിലും സ്വാഭാവികമായി ഞാൻ പറഞ്ഞത്, നമ്മൾ ശരീഅത്ത് സമരകാലത്ത് ഇന്ത്യയിലെ മുസ്ലിം കമ്മ്യൂണിറ്റി മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിൻ്റെ നേതൃത്വത്തിൽ അബുൽ ഹസൻ അലി നദ്വി സാഹിബിൻ്റെയും സേട്ടു സാഹിബിൻ്റെയും മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളൊക്കെ നേതൃത്വത്തിൽ വലിയ സമരം നടത്തി. അതിനേക്കാളും പ്രക്ഷുബ്ധമായ ഒരു അന്തരീക്ഷം നമ്മുടെ രാജ്യത്ത് വരാൻ പോകുന്നത്. ഇന്ത്യയിലെ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ അടിവേരർത്ത് പോവുകയാണ്. ആ രൂപത്തിലായി ബില്ല് വരാൻ പോകുന്നത്. ബില്ല് വന്നാൽ ഈ ബില്ല് പാസ്സായി കഴിയുമ്പോൾ അതിൻ്റെ പ്രശ്നം അതാണ്. ഇപ്പോൾ ചില ആളുകളൊക്കെ ബില്ല് വന്നപ്പോൾ കൈപൊട്ടിയിട്ടുണ്ട്, പടക്കം പൊട്ടിച്ചിട്ടുണ്ട്, ആഹ്ലാദം പ്രകടിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളറിയോ, ഞാനൊരു കാര്യം അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. ആസ് എ ലോയർ, ഇന്ത്യയിലെ ദൈവികമായ സ്വത്തുക്കൾ, അത് ദേവസ്വം ആവട്ടെ, ക്രിസ്ത്യൻ ആവട്ടെ, മുസ്ലിം ആവട്ടെ, ബ്രിട്ടീഷ് ഇന്ത്യയുടെ കാലം തൊട്ട് ഇത്രയേറെ നിയമത്താൽ സുരക്ഷിതമായ ഒരു സംവിധാനം വഖഫ് മാത്രമാണ്. വളരെ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. ഈ വഖഫ് തന്നെ 4 JPC ഞാൻ കണ്ട JPC ഉണ്ട്. ഒന്ന് അന്നത്തെ പോണ്ടിച്ചേരി മന്ത്രി ഫറൂഖ് മരക്കാർ. അന്ന് ഇത്ര ഒന്നും നിയമം കർക്കശമൊന്നുമില്ല. അദ്ദേഹം കുറെ കേട്ടു, അദ്ദേഹം പാർലമെന്റിൽ കൊണ്ടുപോയി അവതരിപ്പിച്ചു. പിന്നെ അത് കഴിഞ്ഞ് ഗുലാം നബി ആസാദ്. അന്ന് ഗുലാം നബി ആസാദ് ഇന്ത്യയിലെ പൊളിറ്റിക്സ് നമ്പർ 2, അത്ര ടൈറ്റ് സെക്യൂരിറ്റി. കോഴിക്കോട് കലക്ട്രേറ്റിൽ, മടവൂർ ഓർമ്മ ഉണ്ടാവും, കോഴിക്കോട് കലക്ട്രേറ്റിൽ നമ്മൾ വരീകുട്ടി ആജിയുടെ കൂടെ ഒക്കെ പോയി ഞങ്ങൾ മെമ്മോറണ്ടം ഒക്കെ കൊടുത്തു. അന്ന് വഖഫ് മുത്തവല്ലി അസോസിയേഷൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ റഹ്മാൻ ഖാൻ, രാജ്യസഭ ഡെപ്യൂട്ടി ചെയർമാൻ, അദ്ദേഹത്തിൻ്റെ കൂടെ 3 ദിവസം സന്ദർശിക്കേണ്ടായി. കേരളത്തിലെ പല ജില്ലകളും ഞങ്ങൾ പോയതാണ്. അദ്ദേഹമാണ് വഖഫ് മാഫിയ കണ്ടെത്തിയതും ഈ നിയമത്തിൽ കാതലായ മാറ്റം കൊണ്ടുവന്നതും. ഇനി ഒരു വഖഫിൻ്റെ പ്രോപ്പർട്ടി വിൽപ്പന, സെയില്, എക്സ്ചേഞ്ച്, പ്ലഡ്ജ്, മോർഗേജ്, എനി കൈൻഡ് ഓഫ് ട്രാൻസ്ഫർ എല്ലാം നിരോധിച്ച് സെക്ഷൻ കൊണ്ടുവന്നത്. ആ ബില്ലിൻ്റെ പ്രത്യേകത എന്താ? ആ JPC ഇന്ത്യയിലെ 26 സംസ്ഥാനങ്ങൾ സന്ദർശിച്ച് 2013 പാർലമെന്റിൽ അവതരിപ്പിക്കുമ്പോൾ അവിടെ അടൽ ബിഹാരി വാജ്പേയി ഉണ്ട്, ലാൽ കിഷൻ അഡ്വാനി ഉണ്ട്. ഒരു കുഞ്ഞ് എതിർ സ്വരം പാസ്സാക്കാതെ പാസ്സായതാ 2013. എന്നിട്ടാ ഇപ്പൊ കുറ്റം പറയുന്നത്. ഇനി 4ാമത്തെ JPC, ഇപ്പോൾ ഒരു JPC വന്നല്ലോ, ജഗദാംബിക പാലി. അദ്ദേഹം ഇപ്പൊ 1316 പേജുള്ള അഫിഡവിറ്റ് സുപ്രീം കോർട്ട് കൊടുത്തു. ആ അഫിഡവിറ്റിൽ എന്താ പറയുന്നത്? അദ്ദേഹം പറഞ്ഞു 26 സ്റ്റേറ്റിൽ പോയി, 18 വഖഫ് ബോർഡിനെ കണ്ടു, 9.5 ലക്ഷം മെമ്മോറണ്ടം പരിശോധിച്ചു, എല്ലാം ശരി. എന്താ JPCയുടെ മാനദണ്ഡം?
JPC എന്ന് പറഞ്ഞത് പാർലമെന്റിന്റെ ഇരുസഭകളിലും പ്രാതിനിധ്യമുള്ള പാർട്ടികളുടെ മെമ്പർമാരുണ്ടാവും. ഞങ്ങൾ JPC റഹ്മാൻ ഖാന്റെ കൂടെ പോകുമ്പോൾ CPM, CPI, BJP, ജനതാദളും ഒക്കെ ഉണ്ട്. BJPയുടെ MP ഷേർമാ ജുമാ മസ്ജിദിന്റെ പുറത്തിരിക്കുമ്പോൾ ഞങ്ങൾ വിളിച്ചു പള്ളിയിലേക്ക്. അപ്പം അദ്ദേഹം പറഞ്ഞു, ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ഇൻ അവർ സ്റ്റേറ്റ് പറഞ്ഞ രാജസ്ഥാനിൽ ഞങ്ങളുടെ പള്ളിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോയിട്ടുണ്ട് BJPയുടെ MP-യെ. ഇപ്പൊ നിങ്ങൾ ആലോചിക്കും, മുസ്ലിം ലീഗ് പാർട്ടി പാർലമെന്റിൽ 3, രാജ്യസഭയിൽ 2 ഇല്ലേ, പങ്കാളിത്തം കൊടുത്തു. എന്നിട്ട് JPC വന്നു. ആ JPC ഡിസ്കഷന് വിളിച്ചു ഞങ്ങൾ പോയി 1 മണിക്കൂർ 21 MP-മാരിയ്ക്കുകയാണ്, ഉവൈസി ഉൾപ്പെടെ, കർണാടകയിലെ വൈബ്രന്റ് CPM, പിന്നെ BJPയുടെ തേജസ്വി ഉൾപ്പെടെ. ഞങ്ങൾ ഈ 44 ഭേദഗതികളിൽ മാരകമായ 15 എണ്ണത്തെക്കുറിച്ച് വളരെ മനോഹരമായി 1, 2, 3, 4 എന്ന് പ്ലേസ് ചെയ്തപ്പോൾ സ്വാഭാവികമായ നിയമത്തെക്കുറിച്ചൊരു ഡിബേറ്റ് ആകുമ്പോൾ ആ ഡിബേറ്റ് ഇപ്പോൾ സുപ്രീം കോടതി ചോദിച്ച പോലെ യൂസർ വഖഫിൽ ഒരു തർക്കം വന്നാൽ എന്ത് മെക്കാനിസം പരിഹരിക്കാൻ ചോദ്യം വരണം, അതിന് ഉത്തരം പറയാൻ നമ്മൾ ബാധ്യസ്ഥരാ. പക്ഷേ അവർ ചോദിച്ചത്, ജഗദാംബിക ബാലു 1 മണിക്കൂർ നമ്മൾ ആർഗ്യുമെന്റ് കേട്ടതിന് ശേഷം ചോദിച്ചത് വാട്ട് അബൌട്ട് ചെറായിദ. ഈ ബില്ലിനെ കുറിച്ച് ഒരു കാര്യം ചോദിച്ചില്ല. വാട്ട് അബൌട്ട് ചെറായി? അവർക്ക് അറിയേണ്ട അത് മാത്രം. ഈ ബില്ലും ചെറായി തമ്മിൽ വല്ല ബന്ധമുണ്ടോ? ഇല്ലാന്ന് ഇപ്പം ആരാ പറഞ്ഞത്? ഇപ്പൊ കേന്ദ്രമന്ത്രി തന്നെ വന്ന് ചെറായിലും മുനമ്പത്തും പറഞ്ഞില്ലേ ഈ ബില്ല് കൊണ്ട് നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിയമത്താൽ സമ്പൂർണ്ണമായി സുരക്ഷിതരാണ്. ബ്രിട്ടീഷ് ഇന്ത്യയുടെ കാലത്ത് വഖഫ്, മുസൽമാൻ വഖഫ് വാലിഡേറ്റിംഗ് ആക്ട്, സ്വതന്ത്ര ഇന്ത്യയിലെ 54 വഖഫ് ആക്ട്, 95 വഖഫ് ആക്ട്, 2013 കാതലായ ഭേദഗതികളോടുകൂടി വന്ന വഖഫ് ആക്ട്, ഇതെല്ലാം കൊണ്ട് വഖഫ് കാലാനുസൃതമായി നിയമത്തിന്റെ എല്ലാ പരിരക്ഷയും എല്ലാ പരിഷ്കരണവും കണ്ടു തന്നെയാണ് വന്നത്. അത് വരുമല്ലോ. ഇപ്പൊ കേരള ഹൈക്കോടതിയിലെ ജസ്റ്റിസ് മുസ്താഖ് കുല പറഞ്ഞു. പല ഉസ്താദ്മാർ ചോദിച്ചു എന്താ കുല എന്ന് ചോദിച്ചു. കുല എങ്ങനെയാ? നേരത്തെ അതുണ്ടായില്ല, തലാക്ക് മാത്രമേ. ഇപ്പൊ കുല വന്നു. ഇപ്പൊ സ്ത്രീകൾ മുഴുവൻ കുല അയക്കുന്നു. ഞങ്ങൾ ഫാമിലി കോടതിയിൽ ഡിക്ലറേഷൻ സൂട്ട് കൊടുക്കുന്നു. നിയമത്തിൽ കാലാനുസൃതമായ മാറ്റങ്ങൾ അനിവാര്യമാണ്. പക്ഷേ നിങ്ങൾ ദേവസ്വം എടുക്ക്, ദേവസ്വത്തിന് ക്വാളിഫൈഡ് ദേവസ്വം ഇല്ല. ഇവിടെ വലിയ ഒച്ചപ്പാടുണ്ടാക്കുന്ന ആളുകളോട് പറഞ്ഞേ ക്വാളിഫൈഡ് ദേവസ്വം. ഞാൻ കേരളം മാത്രം പറയാം. കേരളത്തിൽ തന്നെ മലബാർ ദേവസ്വം, ഗുരുവായൂർ ദേവസ്വം, തിരുവിതാംകൂർ ദേവസ്വം, കൂടൽമാണിക്യ ദേവസ്വം, എത്ര ദേവസ്യ? ഞാൻ ദേവസ്വം ബോർഡിന്റെ എല്ലാ ചെയർമാന്മാരോടും ചോദിച്ചിട്ട് എന്താ നിങ്ങൾ ക്വാളിഫൈഡ് ദേവസ്വം ഉണ്ടാക്കാത്തത്? അപ്പൊ അവർ പറഞ്ഞത്, പണ്ട് PR കുറുപ്പ്, P രാമണ്ണിക്കുറുപ്പ് കേരളത്തിന്റെ ദേവസ്വം മന്ത്രിയായപ്പോൾ ഒരു ഏകീകൃത ദേവസ്വം കൊണ്ടുവരാൻ പോയപ്പോൾ രാജിവെച്ചപ്പോൾ അന്ന് മുതൽ ഇതിനെ ശകുനി എന്നാ പറയും. ഇതുവരെ ദേവസ്വം നിയമമില്ല. ദേവസ്വം നിയമം അവർ ഹിന്ദു റിലീജിയസ് ചാരിറ്റബിൾ എൻഡോമെന്റ് ആക്ട് കൊണ്ടു നടക്കുകയാണ്. ഇനി ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി, VR കൃഷ്ണയർ കേരള ഗവൺമെന്റ് കൊടുത്ത റിപ്പോർട്ട് പറഞ്ഞു ക്രിസ്തീയ സ്വത്തുക്കൾ സംരക്ഷിക്കാൻ ചർച്ച് ആക്ട് വേണം. ഇപ്പോൾ പിണറായി ഗവൺമെന്റിന് ജസ്റ്റിസ് KT തോമസ് കൊടുത്ത റിപ്പോർട്ടിൽ പറഞ്ഞു ക്രിസ്തീയ സ്വത്തുക്കൾ സംരക്ഷിക്കാൻ കേന്ദ്രീകൃതമായ ഒരു ക്രിസ്ത്യൻ ചർച്ച് ആക്ട് വേണം. മദ്രാസ് ഹൈക്കോടതി 4 മാസം മുമ്പ് റിപ്പോർട്ടർ റൂളിംഗ് പറഞ്ഞു ക്രിസ്തീയ സ്വത്തുക്കളുടെ സംരക്ഷണത്തിന് ചർച്ച് ആക്ട് വേണം. എന്താ വരാത്തെന്നറിയോ? അവർ വരൂല. വരാത്തതിന് ഒരു ഏറ്റവും അവസാനത്തെ തെളിവ് അങ്കമാലി രൂപതയിൽ ഭൂമി ഇടപാടുമായി സംബന്ധിച്ച് കേസിലായി. ആ കേസിനകത്ത് അങ്കമാലിയിലെ ബിഷപ്പ്, ആ ബിഷപ്പുമായി സംബന്ധിച്ച് അൽമായ സഭ കേസ് കൊടുത്തു. സുപ്രീം കോടതി വരെ ബിഷപ്പ് ആർഗ്യ ചെയ്ത പോയിന്റ് എന്താ അറിയോ? ഞങ്ങൾ കാനോൻ നിയമത്തിന് വിധേയമാണ്, ഞങ്ങൾക്ക് ഇന്ത്യയിലെ നിയമം ബാധകമല്ല. സുപ്രീം കോടതി പറഞ്ഞ് അത് പള്ളി പറഞ്ഞാൽ മതി, കോടതി പോയിട്ട് ജാമ്യം എടുത്തോന്നാ പറഞ്ഞു. അപ്പോഴാണ് കഴിഞ്ഞ ആഴ്ച മരിച്ചുപോയ ഫ്രാൻസിസ് മാർപ്പാപ്പ അങ്കമാലി ബിഷപ്പിനെ നീക്കം ചെയ്തു. അപ്പൊ ഇന്ത്യയിലെ വഖഫ് എന്ന് പറഞ്ഞത് കൃത്യമായി നിയമത്താൽ നിലനിന്ന് പോയ ഒരു സംവിധാനത്തെയാണ് ദുർബലമാക്കാനും ബലഹീനമാക്കാനും ക്ഷീണിപ്പിക്കാനും ഈ നിയമത്തിലൂടെ അവർ വരുന്നത്. ഇവിടെ നമ്മൾ വളരെ മനസ്സിലാക്കേണ്ട സംഗതി, വഖഫ് നിയമം എന്ന് പറയുന്നത് രാജ്യത്തിന്റെ പാർലമെന്റ് പാസാക്കി അതിൽ കാതലായി കാലോചിതമായി ഓരോ നിയമങ്ങൾ ഓരോ ഘട്ടത്തിൽ കൊണ്ടുവന്ന് അതിനൊക്കെ സംരക്ഷിക്കും. ഇപ്പൊ കോടതിയുടെ മുമ്പിലാണ്. കോടതിയെ സംബന്ധിച്ച് കോടതി ഏതാ എന്ന് പറയാന്നറിയില്ല. പക്ഷെ ഒരു കാര്യം നമ്മൾ രാജ്യത്ത് കുറെ സംഗതികൾ കാണാനുണ്ട്. ബാബരി ഇഷ്യൂ വന്നപ്പോൾ ബാബരി പള്ളിയുടെ പ്രാരംഭ വിധിയുടെ ഘട്ടത്തിലൊക്കെ ചർച്ചയിലൊക്കെ ബാബരി പള്ളി സംബന്ധിച്ച് പറഞ്ഞ കാര്യമല്ല വിധി വന്നപ്പോൾ. ഞാനിവിടെ സംഖ്യകളെ കുറിച്ച് പറഞ്ഞത് നിയമത്തിൽ പോലും നമ്മളിപ്പോൾ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന സംഭവങ്ങൾ ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, മുത്തലാഖ് ക്രിമിനൽ കുറ്റമായി സ്വമോട്ടോ കേസെടുത്താര കോടതിയാണ്. ഇന്ത്യയിൽ ജാതിയും ഉപജാതിയും മതങ്ങളുമായി വിവിധ സംസ്കാരങ്ങൾ ഒരു ക്ലോറോഫോം എഫക്ട് പോലെ ഇന്ത്യയിലൂടെ കടന്നുപോയി എന്ന് ഇന്ത്യയുടെ ഹിസ്റ്ററി നമ്മളോട് പറയുന്നു. പക്ഷേ ഇന്ത്യയിലെ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ സിവിൽ നിയമം മുത്തലാഖ് 1+1+1 ട്രിപ്പിൾ തലാഖ്, അത് ക്രിമിനൽ കുറ്റമായി സ്വമതയാ കേസെടുക്കാൻ മുൻകൈ എടുത്തത് കോടതിയാണ്. അപ്പൊ കോടതിയുടെ മുമ്പിൽ കിടക്കുക. കോടതി എന്ത് പറയുന്നത് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം എന്താ അറിയോ? ഓരോ ദിവസവും ചോദിക്കുന്ന ചോദ്യങ്ങൾ. ഇപ്പൊ കോടതിയിൽ കപിൽ സിബൽ അടക്കം ആർഗ്യ സമയത്ത് ഒന്ന് ചോദിച്ചത് 13-ാം നൂറ്റാണ്ടിലെ 14-ാം നൂറ്റാണ്ടിലെ 15-ാം നൂറ്റാണ്ടിലെ വഖഫിന് ഭൂതകാലത്ത് അപ്പണോ എന്ന് തുഷാർ മേത്തയോട് ചോദിച്ച അതേ കോടതി കപിൽ സിബലോട് ചോദിക്കുന്നത് യൂസർ വഖഫിനെ കുറിച്ച് തർക്കം വന്നാൽ അത് പരിഹരിക്കാൻ മെക്കാനിസം എന്താണ്? ക്വസ്റ്റ്യനാണ്.
രണ്ടാമത്തെ ചോദ്യം, നിങ്ങൾ നോൺ മുസ്ലിമിനെ ഇൻക്ലൂഡ് ചെയ്യുന്നതിന് നിങ്ങൾ എന്തിനാ എതിർക്കുന്ന? എക്സ് ഓഫീഷ്യോ നോൺ മുസ്ലിം വന്നാലെന്താ? അപ്പൊ കോടതിയുടെ മുമ്പിൽ പരിഗണന കിടക്കുക. ഈ ബില്ല് പാസ്സായി വന്നാൽ രാജ്യത്തുണ്ടാകുന്ന അപകടം എന്ന് പറഞ്ഞത് വളരെ കുഴപ്പത്തിലേക്ക്, ഒരു കലാപത്തിലേക്ക് എന്ന് പറഞ്ഞാൽ നഗരാന്തരം നിങ്ങൾ നോക്കിക്കോ, ഓരോ സ്ഥലത്തും ഇതു സംബന്ധിയായ തർക്കങ്ങൾ ഉയർന്നു വരിക. സ്വാഭാവികമായി രാജ്യത്തെ നിയമലോകത്ത് പോലും പരിഹരിക്കാൻ കഴിയാത്ത വിധം പ്രശ്നങ്ങളുടെ ഒരു ഘോഷയാത്ര പെരുമയുണ്ടാവും. അതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ എന്നെ ചുമതലപ്പെടുത്തി ബില്ല് പറയാമെന്ന് മാത്രം. ഞാനൊരു കാര്യം പറയാം, ഇപ്പോൾ ഇവിടെ ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ, നമ്മളൊരു ജനാധിപത്യം മതേതര രാജ്യം 75 കൊല്ലം പിന്നിട്ട് നമ്മൾ നിൽക്കുകയാണ്. നമ്മുടെ ലോക്കൽ ഗാർഡിയൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ മാത്രമാണ്, നമ്മുടെ ഭരണഘടന അതുമാത്രമാണ്. പക്ഷെ പാർലമെന്റിനകത്ത് എന്തിനാ നിങ്ങൾ എപ്പോൾ ഈ അംബേദ്കർ എന്ന് പറഞ്ഞാൽ എന്തിനാ ഫാഷൻ ആക്കുന്നത് എന്ന് ചോദിക്കുന്നത് രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രിയാണ്. എന്തിനേറെ കോടതി മിനിയാന്ന് ചോദിക്കല്ലേ? എന്താ ചോദ്യം? രാഹുൽ ഗാന്ധിയോടാ പറയുന്നത്, ഇനി നിങ്ങൾ സവർക്കറെ കുറ്റം പറയാൻ പാടില്ല. ഇവന് ഒരു കാര്യം കൂടി ഞാൻ പറയാം, വളരെ കൃത്യമായി പറയാം. ഈ കൊച്ചു കേരളം, ഈ കേരളത്തിന്റെ മണ്ണിൽ പോലും ഇത്തരം ഫാസിസ്റ്റ് ശക്തികളുടെ കൈകളിൽ നിന്ന് സുഭദ്രമാണ് എന്നൊന്നും ഞാൻ പറയില്ല. എന്തുകൊണ്ടറിയോ? 2-3 കാര്യം പറയാം. നേമത്തും തൃശ്ശൂരിലും ഒക്കെ താമര ചിഹ്നത്തിൽ ബട്ടൺ അമർത്തിയ ഒരു മണ്ണായി കേരളം. അവസാനിപ്പിക്കുന്നില്ലേ? ഒന്നുകൂടി പറയാം. നോർത്ത് ഇന്ത്യയുടെ ചില സ്വഭാവങ്ങളൊക്കെ കേരളത്തിന്റെ മണ്ണിലേക്ക് വന്നു. പാലക്കാട് നഗരസഭ മിനിയാന്ന് പാസാക്കിയ പ്രമേയം പാലക്കാട് ജിംനാസ്റ്റിക്കിന്റെ പേര് മാറ്റണം. ഇത് നോർത്ത് ഇന്ത്യയിൽ മാത്രം കേട്ട സൂക്കേടുകളായിരുന്നു. അത് മെല്ലെ മെല്ലെ പയ്യെ ഈ കൊച്ചു കേരളത്തിലേക്കും കാലെടുത്ത് വരികയാണ്. പിന്നെ പ്രക്ഷോഭങ്ങളിലൂടെ നിങ്ങൾക്കറിയാലോ, കർഷക സമരം പഞ്ചാബിലെ, ഡൽഹിയിലെ, ഹരിയാനയിലെ ഹൈവേയിൽ കർഷകന്മാരെഴുതിട്ട് ഹർ ഹർ മഹാദേവ അല്ലാഹു അക്ബർ എന്ന് മുദ്രാവാക്യം വിളിച്ചപ്പോൾ പാർലമെന്റിൽ നിയമം പിൻവലിച്ചിട്ടുണ്ട്. കോഴിക്കോട് കടപ്പുറത്ത് കടലായി വന്ന ഒരു സമരത്തെ മുസ്ലിം ലീഗ് പാർട്ടി നടത്തിയ സമരം, ആ സമരത്തിൽ കേരളത്തിലെ PSC ബില്ല് പിൻവലിച്ചത്. സമരം ഒരു മാർഗമാണ്, ജുഡീഷ്യറി ഒരു മാർഗമാണ്. അതിനേക്കാൾ എല്ലാം അപ്പുറം ഒരു ബാലറ്റ് ചികിത്സ അല്ലാതെ ഇതിന് മാർഗമില്ല. ഒരു ബാലറ്റ് ചികിത്സ അല്ലാതെ മാർഗമില്ല. എന്തുകൊണ്ടെന്നറിയോ? വളരെ കൃത്യമായി പറയാം, പ്രതീക്ഷയോടെ മോട്ടിവേറ്റ് ചെയ്ത് ഞാൻ പറയാം. ഞാൻ നിങ്ങളെ നിരാശപ്പെടുത്തരുത്, മോട്ടിവേറ്റ് ചെയ്ത് പറയാം. രാജ്യത്ത് പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷ എന്നറിയോ? ഏക് ബാർ 400 എന്ന് പറഞ്ഞ് ഈ തെരഞ്ഞെടുപ്പിൽ 3ാമത്തെ മോഡി വരവ് നിങ്ങളൊന്ന് ആലോചിച്ച് വെക്കാൻ മതി. അയോധ്യയിൽ ബാബരി പള്ളി തകർന്ന അയോധ്യയിൽ താമര തോറ്റുപോയി. മോഡി നടത്തിയ പൊളിറ്റിക്കൽ സർവേയിൽ മോഡിയുടെ സെക്കൻഡ് ഷുവർ സീറ്റ് എന്ന് പറഞ്ഞ തമിഴ്നാട്ടിലെ രാമനാഥപുരം, ആ രാമനാഥപുരത്ത് മുസ്ലിം ലീഗിന്റെ നവാസ് ഖനി 1,66,000 വോട്ടിനാ ജയിച്ചു. 3ാമത്തത് മോഡിയുടെ വാരാണസി 5.5 ലക്ഷം വോട്ട് ജയിച്ച മോഡി ഇത്തവണ ജയിച്ച 2.5 ലക്ഷം വോട്ടിനാ. പ്രതീക്ഷ ആ ബാലറ്റ് ചികിത്സക്ക് മാത്രമേ ഉള്ളൂ. അതിലൂടെ മാത്രമേ ഇതിൽ നിന്ന് ഇന്ത്യയിലെ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് രക്ഷപ്പെടാനുള്ള വഴിയാണ് ഞാൻ പറഞ്ഞത്. അത് മാത്രമേ ഉള്ളൂ. കാരണം ഇവിടെ ഈ രാജ്യത്ത് ഒന്നൊന്നായി നിയമങ്ങൾ കൊണ്ടുവന്ന് ഈ രാജ്യത്തെ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ അവകാശങ്ങളെ ഇപ്പോൾ ഏറ്റവും അവസാനം ഞാൻ അവസാനിപ്പിക്കുന്നത്, നിങ്ങൾ നാലിച്ചേക്ക് ഓരോ വിഷയം. കാശ്മീരിലെ എല്ലാ മതസംഘടനകളും ഒന്നൊന്നായി പറഞ്ഞില്ലേ, കാശ്മീരിലെ ഭീകരവാദം അപലപനീയമാണ്. ഇന്നലെ ചെന്നൈയിൽ ചേർന്ന മുസ്ലിം ലീഗിന്റെ കൗൺസിലിന്റെ പ്രമേയം, ജമ്മു കാശ്മീരിലെ അസംബ്ലിയിൽ ഉമർ അബ്ദുള്ള അവതരിപ്പിച്ച പ്രമേയം എല്ലാവരും പറഞ്ഞു. എന്നിട്ടും എന്താ നടക്കുന്നത്? നിങ്ങൾ നാലിച്ചു. ആദിൽ ഹുസൈൻ, ഭീകരന്മാരുടെ കയ്യിൽ നിന്ന് തോക്കേന്തി മരിച്ച ആദിൽ ഹുസൈൻ, എടപ്പള്ളിയിലെ രാമേന്ദ്രന്റെ മകൾ ആരതി, അവൾ പറഞ്ഞില്ലേ, മുസാഫിറും സമീറും എന്റെ പിതാവിന്റെ ഡെഡ് ബോഡി മോർച്ചറിയിൽ കിടക്കുമ്പോൾ സഹോദരന്മാരെ പോലെയാ പെരുമാറിയത്. എന്തിനേറെ ശൗര്യചക്രം വാങ്ങിയ കാശ്മീരിലെ പട്ടാളക്കാരൻ മുദസ്സിറിന്റെ അമ്മ ഷമീമ നാട് വിട്ടു പോകാനാ പറഞ്ഞു. അപ്പൊ നമ്മുടെ രാജ്യത്ത് ഏത് സംഭവവികാസം ഉണ്ടായാലും ഏറ്റവും അവസാനമായി ഓപ്പറേഷൻ സിന്ദൂറിന് നേതൃത്വം നൽകിയ സോഫിയ ഖുറൈഷി, ഉപ്പ പട്ടാളക്കാരൻ, ഭർത്താവ് പട്ടാളക്കാരൻ, സോഫിയ ഖുറൈഷിയെ കുറിച്ച് അവസാനം മന്ത്രി പറഞ്ഞ വാക്കു നമ്മുടെ മുമ്പിലുണ്ട്. നമ്മുടെ കമ്മ്യൂണിറ്റിയെ നിലനിർത്തുന്നത് അപകടകരമായ ഒരു മുൾമുനയില്ല. അതുകൊണ്ട് പ്രിയമുള്ളവർ, എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഈ വഖഫ് എന്ന് പറഞ്ഞത് ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങളുടെ ആധികാരികമായ വഖഫ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തെ ദുർബലപ്പെടുത്താനുള്ള, ബലഹീനമാക്കാനുള്ള ഒരു സമയമാണ്. അതിന്റെ പണിയാണ് നടന്നുകൊടുക്കുക. ഏതായാലും ഈ മഹാമാരിക്കൊന്നും കീഴടങ്ങാനായിട്ടില്ല. പ്രതീക്ഷയോടെ ഇപ്പൊ ഇർഫാൻ ഹബീബ് ഇന്നലെ ഏറ്റവും ആർട്ടിക്കിൾ എഴുതിയുണ്ട്, ചരിത്രത്തിന് മുമ്പിൽ കീഴടങ്ങുക മാത്രമേ വഴിയുള്ളൂ. അങ്ങനെ കീഴടങ്ങാനൊന്നും ആയിട്ടില്ല. ഫാസിസ്റ്റ് മഹാമാരിക്ക് കീഴടങ്ങി കൊടുക്കലൊന്നുമല്ല. കൊളോണിയൽ യുഗത്തിൽ നിന്ന് ഫാസിസ്റ്റ് യുഗത്തിലേക്കുള്ള ഒരു യാത്രയാണ്. അതാണ് ഗാന്ധിയുടെ പേരക്കുട്ടി തുഷാർ ഗാന്ധി പറഞ്ഞത്, ഇൻ ന്യൂ ഇന്ത്യ ദ മുസ്ലിംസ് ആർ ഹീറോസ് ആണ്. കഴിഞ്ഞ 10 കൊല്ലമായി നമ്മൾ പോരാട്ടത്തിലാണ്. ഇൻക്ലൂഷൻ, എക്സ്ക്ലൂഷൻ 2 തിയറിയാണ്. നമ്മളെ ഉൾക്കൊള്ളണമോ നമ്മളെ പുറത്താക്കണം. ആ ഉൾക്കൊണ്ടുകൊണ്ട് രാജ്യത്ത് ഒരു വലിയ പോരാട്ടം. ആ പോരാട്ടത്തിന്റെ മുമ്പിലാണ് ഇന്ത്യയിലെ, കേരളത്തിലെ മതസംഘടനകൾ, ഉലമാക്കൾ, ഉമറാക്കൾ. അള്ളാഹു നമ്മുടെ ഈ ദൗത്യം, ഈ എനിക്ക് തോന്നുന്നു ഈ സെമിനാറിന് തന്നെ ഒരു പേരിട്ടത് എന്നെ ദൗത്യം എന്നാണ് തോന്നുന്നു. അതെ, മാഹിലുകളുടെ ദൗത്യം. ഈ ദൗത്യം അള്ളാഹു സുബ്ഹാനഹു വ തആല സാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്
വളരെ അന്തസ്സോടെ, ഇസ്സത്തോടെ, ഇഖ്ലാസോടെ ഈ കമ്മ്യൂണിറ്റിക്ക് ജനാധിപത്യ മതേതര ഭാരതത്തിൽ ജീവിക്കാനുള്ള അർഹതയുണ്ട്. അള്ളാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.